അപ്പം സ്വൈതാലിക കണക്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെൻറ്റൻസിനെ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള കണക്ടോറനാണ്. അതായത് എന്താണ്, ദ പൈൽഡ എന്നൊക്കെ പോലെ തന്നെ കണക്ടോറനാണ് സ്വൈതാലിക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം 7 കണക്ടോറനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എക്സാമ്പിളും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ വരുന്നതാണ് നിസ്റ്റുനൂറും സ്വന്തനാവുകും. നിസ്റ്റുനൂർ കോമ സ്വന്തനാവുക. ഈ ഹെഡിങ്ങിൽ തന്നെ ഞാൻ കോമ ആഡ് ചെയ്തിരിക്കുന്നത് ഓർക്കാനായിട്ട് എളുപ്പമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മീനിങ് ആണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഓക്കെ, അതിൻ്റെ മീനിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ 1,3 എന്ന് ഇട്ടിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും നമുക്ക് ഈ കണക്ടോറിനെ വെക്കാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. അതാണ് ഞാൻ ആ ഫസ്റ്റ് ഹെഡിങ്ങിൽ തന്നെ ഇതെല്ലാം പറയുന്നത്. അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. എല്ലാ കണക്ടോറിൻ്റെയും ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ നോക്കാം. സ്പീൽത്ത് നിസ്റ്റുനോർ ലോരോ കോമ സ്വന്തോന ഫോസ്പാൾ. അതായത് അവൻ ലോഡോ മാത്രമല്ല ഫോസ്പാളും കളിക്കും, അതായത് ഫുട്ബോളും കളിക്കും. ഓക്കെ, അതായത് അതിനകത്ത് സബ്ജക്റ്റും വെർബും സെയിം ആയതുകൊണ്ടാണ് നമ്മൾ സ്വന്തോണാവും കഴിഞ്ഞിട്ട് ഫോസ്പാൾ എന്ന് പറഞ്ഞത്. ഡിഫറൻറ്റ് സബ്ജക്റ്റും വെർബാണ് വരുന്നതെങ്കിൽ നമ്മൾ സ്വന്തേൺ വെർബ് സബ്ജക്റ്റ് ഔഗ് എന്നിട്ട് ഒബ്ജക്റ്റ് വെക്കുക. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ എഴുതാൻ. അതായത് ഡിഫറൻറ്റ് സബ്ജക്റ്റും വെർബും ആണെങ്കിൽ. ഒരു എക്സാമ്പിളോട് നോക്കാം. അത് ഫസ്റ്റ് പൊസിഷനിലാണ് നമ്മൾ നിസ്റ്റുനൂർ വെച്ചിരിക്കുന്നത്. നിസ്റ്റുനൂർ ബ്രഷ് ഈസ് ടോയ്സ് സ്വന്തോനാവ് ഇംഗ്ലീഷ്. ഇനി അടുത്ത കണക്ടോറാണ് സ്വാർ ആബർ. സ്വാർ കോമ ആബർ. ഓക്കെ, ഇതും ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും വെക്കാം. ഇതിൻ്റെ മീനിങ് ആണ് വേണമെങ്കിലും പക്ഷേ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഹാൻഡി ഈസ് സ്വാർ ഹെൽഫ്രൈഷ് കോമ ആബർ എസ് ഇസ് ഗസൂൺ ഷേർലിഷ്. ഹാൻഡി വളരെയധികം നല്ലതാണെങ്കിലും പക്ഷേ അത് നമ്മുടെ ഗസൂണ്ട് ബാഡാണ്, ഹെൽത്തിന് ബാഡാണ്. അടുത്ത എക്സാമ്പിളാണ് സ്വാർ ഹാബെ ഇഷ് ഫസ്റ്റാൻഡൻ കോമ അബർ ഇഷ് ഹാബെ നോക്ക് ഹൈൻ ഫ്രാഗൻ. അതിൻ്റെ മീനിങ് വരുന്നത് എന്താണ്, എനിക്ക് മനസ്സിലായെങ്കിലും പക്ഷേ എനിക്കൊരു ഫ്രാഗെ കൂടി ഉണ്ട്, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസിൽ പോസിറ്റീവും നെഗറ്റീവും കാര്യം പറയാനാണ് നമ്മളിവിടെ സ്വാർ ആബർ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഐനർ സൈഡ്സ് കോമ അന്തറർ സൈഡ്. അതായത് വൺ സൈഡ് അല്ലെങ്കിൽ അനദർ സൈഡ്, ഒരു സൈഡിൽ അല്ലെങ്കിൽ മറ്റൊരു സൈഡിൽ എന്ന് വെച്ച് പറയുന്നതാണ്. ഇതും നെഗറ്റീവ്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കാര്യങ്ങൾ പറയാനായിട്ടായിരിക്കും. ഓക്കെ, ഇതും ഫസ്റ്റ് പൊസിഷനിലും വെക്കാം, തേർഡ് പൊസിഷനിലും വെക്കാൻ പറ്റും. എക്സാമ്പിൾ നോക്കാം. ഐനർ സൈഡ്സ് മാർക്ക് ഇഷ് ഫാസ്റ്റ് ഫുഡ് കോമ അന്തറർ സൈഡ്സ് ഈസ് ഉൺഗസൂണ്ട്. ഒരു സൈഡിൽ ഫാസ്റ്റ് ഫുഡ് എനിക്കിഷ്ടമാണ്, മറ്റേ സൈഡിൽ എന്താണ്, അത് നമ്മുടെ ഗസൂണ്ടിന് നല്ലതല്ല, അൺഹെൽത്തിയാണ്. ഇഷ് മോchte einerseits Geld sparen, andererseits brauche ich eine Jacke für den Winter. എനിക്ക് ആഗ്രഹമുണ്ട് ഗെൽഡ് സ്പാറൻ ചെയ്യാൻ, മണി സേവ് ചെയ്യാൻ. പക്ഷേ മറ്റൊരു സൈഡിൽ എനിക്ക് വിൻ്ററിന് വേണ്ടി ഒരു ജാക്കറ്റ് വേണമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്തർസൈറ്റ് വെച്ച് കഴിഞ്ഞാൽ വെർബ് പിന്നെ സബ്ജക്റ്റ് പിന്നെ ഒബ്ജക്റ്റ് എന്ന രീതിയിലായിരിക്കും സെൻറ്റൻസ് മേക്കിംഗ് വരുന്നത്. അടുത്തതാണ് നാലാമത്തത് എ ദസ്തോ. എ കോമ ദസ്തോ. ഇത് ഫസ്റ്റ് പൊസിഷനിൽ മാത്രമാണ് വെക്കുന്നത്. ഇതിൻ്റെ മീനിങ് വരുന്നത് എത്രത്തോളം അത്രത്തോളം എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ പ്ലസ് കൊമ്പറാറ്റീവിനാണ് കോംപ് എന്ന് കൊടുത്തിരിക്കുന്നത്. കൊമ്പറാറ്റീവ് സബ്ജക്റ്റ് വെർബ് ദസ്തോ കൊമ്പറാറ്റീവ് വെർബ് സബ്ജക്റ്റ്, ഇതാണ് സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ കൊമ്പറാറ്റീവ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ നോക്കാം. Jemer ich Geld habe, desto mehr gebe ich aus. എത്രത്തോളം എനിക്ക് ഗൾഡ് ഉണ്ടോ അത്രത്തോളം എനിക്കത് സ്പെൻഡ് ചെയ്യണം. അടുത്ത je bessere ich lerne, desto schneller bestehe ich. എത്രത്തോളം ഞാൻ പഠിക്കുന്നു അത്രത്തോളം എനിക്ക് പാസ്സാകാൻ പറ്റും, പെട്ടെന്ന് പാസ്സാകാൻ പറ്റും. അടുത്ത കണക്ടറാണ് എംബെഡർ ഓർഡർ.
എൻവയഡർ ഓർഡർ നമുക്ക് ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും വെക്കാം. ഇതിൻ്റെ മീനിങ് വരുന്നത് ഒന്നെങ്കിൽ അല്ലെങ്കിൽ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇഷ് കാൻ എൻവയഡർ മിറ്റ് ദം ബോസ് ഓർഡർ ദം സൂക്ക്. എനിക്ക് ഒന്നെങ്കിൽ ബുസ്സിൽ പോകണം അല്ലെങ്കിൽ സൂക്കിൽ. ഓക്കെ, അടുത്തതാണ് എൻവയഡർ കൗഫെ ഇഷ് ഐൻ ഔട്ടോ ഓർഡർ ഐൻ ഫറാഡ്. ഒന്നെങ്കിൽ ഞാൻ ഔട്ടോ വാങ്ങും അല്ലെങ്കിൽ ഫറാഡ്. അടുത്തതാണ് വേഡർനോക്ക്. വേഡർനോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വേഡർനോക്കിൻ്റെ മീനിങ് വരുന്ന അതും ഇല്ല ഇതും ഇല്ല. അതായത് നെഗറ്റീവ് സെൻറ്റൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണക്ടോറനാണ് വേഡർനോക്ക്. ഇത് നമുക്ക് ഫസ്റ്റ് പൊസിഷനിലും വെക്കാം, തേർഡ് പൊസിഷനിലും വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ സെൻറ്റൻസ് നോക്കാം. മറിയ മാർക്ക് വേഡർ ബിയർ നോക്ക് വൈൻ. മറിയയ്ക്ക് ബിയറും ഇഷ്ടമില്ല വൈനും ഇഷ്ടമില്ല. വേഡർ ഫാറൻ വിയർ മിറ്റ് ദം ഔട്ടോ നോക്ക് മിറ്റ് ദം സൂക്ക്. ഔട്ടോയിലും ഫാറൻ ചെയ്യാനും ഇഷ്ടമില്ല, അതുപോലെ തന്നെ സൂക്കിലും ഫാറൻ ചെയ്യാൻ ഇഷ്ടമില്ല. അടുത്തതാണ് ഏഴാമത്തെ കണക്ടോറൻ, അതായത് ലാസ്റ്റ് കണക്ടോറനാണ് സോവോൾ അൽസൗ. സോവോൾ അൽസൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് വെൽ ആസ്. ഓക്കെ, അതിൻ്റെ മീനിങ് ആസ് വെൽ ആസ് എന്നാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ സെൻറ്റൻസിൽ നമ്മൾ വെർബും സബ്ജക്റ്റും സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ കണക്ടോർ യൂസ് ചെയ്യത്തുള്ളൂ. രണ്ട് സെൻറ്റൻസിൻ്റെയും വെർബും സബ്ജക്റ്റും സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾ സോവോളും ആൾസവും യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇവിടെ കോമയൊന്നും വരുന്നില്ല. ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് അല്ല, തേർഡ് പൊസിഷനിൽ മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് പൊസിഷനിൽ വെക്കത്തില്ല. അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. വരുൺ ഈസ് സോവോൾ ഹ്യൂബിഷ് ആൾസൗ ക്ലൂം. വരുൺ എന്താണ്, ഹ്യൂബിഷ് മാത്രമല്ല അതുപോലെ എന്താ ക്ലൂങ്ങുമാണ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. Ich möchte sowohl meinen Vater als auch meine Mutter helfen. ഓക്കെ, ഞാൻ എന്താണ് എൻ്റെ ഫാദറിനെ മാത്രമല്ല മദറിനെയും ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഹെൽഫൻ എന്തുകൊണ്ടാണ് ആമൻ്റെയിൽ വന്നത്? മോഡൽ വെർബായ മ്യോഷ്ടയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആമൻ്റെയിൽ എൽഫൻ എന്നുള്ള വെർബ് വന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. 7 കണക്ടോറനാണ് നമുക്ക് സ്വൈറ്റാലിക്കയിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കോമ മറന്നു പോകരുത്. കോമ ഇടേണ്ടതിനൊക്കെ ഇടുക, അല്ലാത്തതിന് ഇടരുത്, തെറ്റിപ്പോകും. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. ആദ്യം തന്നെ ഇൻഫിനിറ്റ് മിറ്റ്സു എന്താണെന്ന് നോക്കാൻ. ഇൻഫിനിറ്റ് മിറ്റ്സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സെൻറ്റൻസിൽ 2 വെർബിനെ ആഡ് ചെയ്ത് എങ്ങനെ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാമെന്നാണ് ഈ ഇൻഫിനിറ്റ് മിറ്റ്സുവിൽ പറയുന്നത്. ഓക്കെ, ഇൻഫിനിറ്റ് മിറ്റ്സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയിട്ടും വെർബ് വരും, അതുപോലെ സൂ ഇടും. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻഫിനിറ്റ് മിറ്റ്സു വരുന്നതെന്ന് ചുമ്മാ എക്സാമ്പിൾ നോക്കാം. Ich habe Lust, ins Kino zu gehen. കണ്ടോ, 2 വെർബ് അവിടെ വന്നു. ആദ്യമത്തെ വെർബ് എന്താണ്, ആ സെൻറ്റൻസിൻ്റെ ഒരു മൂവ് ചെയ്യുന്ന ഒരു വെർബാണ് ഹാബൻ എന്നുള്ളത്. അത് ആ സബ്ജക്റ്റിനെ നോക്കി നമ്മൾ ഹാബെ എന്ന് കോൺജുഗേറ്റ് ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ വന്നു. പിന്നെ അതിൽ മെയിനായിട്ട് വരുന്നത് എന്താ, മെയിൻ വെർബ് ഗെയിൻ എന്നുള്ളതാണ്. അത് ആമൻ്റെ പോയി ആ ആമൻ്റെ ഇൻഫിനിറ്റി ഫോമിൽ പോകുമ്പം അതിന് മുമ്പായിട്ട് തന്നെ സൂ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഇൻഫിനിറ്റ് മിറ്റ്സു. ഇനി അടുത്ത എക്സാമ്പിൾ കൊണ്ട് നോക്കാം. അടുത്തതാണ് Ich habe eine Möglichkeiten, nach Deutschland zu gehen. ഓക്കെ, എനിക്ക് ഒരു പോസിബിൾ ഉണ്ട് എന്ന് ഡോയ്ച്ച്ലാൻഡിലേക്ക് പോകാൻ. ഹാബെ എന്നുള്ള വെർബും ഉണ്ട് അവിടെ, അതുപോലെ തന്നെ ഇൻഫിനിറ്റി ഫോമിൽ ആമൻ്റെയിൽ ഗെയൻ എന്നുണ്ട്, അതിന് മുമ്പായിട്ട് സൂവും ആഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ഓരോ ഒരു സ്പെഷ്യൽ കേസ് പോലെ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്താണ് നാഗ് ഹൈനം നോമൻ. അതായത് നോമൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഹാബനായിരിക്കും ചേർക്കുന്നത്. നോമൻ്റെ കൂടെ എപ്പോഴും ഹാബനായിരിക്കും വരുന്നത്, ഹാബൻ എന്നുള്ള വെർബായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നോമൻ എന്ന് പറയുമ്പം ഫസ്റ്റത്തെ നോമനാണ് ഇവിടെ. ദെൻ വുഞ്ച് എന്ന് പറയുന്നത്. വുഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. ഓക്കെ, വുഞ്ച് എന്നുള്ള നൗണിൻ്റെ കൂടെ നമ്മളെപ്പോഴും ഹാബൻ എന്നുള്ള വെർബേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ അങ്ങനെ നമുക്ക് സെൻറ്റൻസ് ഇൻഫിനിറ്റ് മിറ്റ്സുവിൽ എഴുതാൻ നോക്കാം. Ich habe den Wunsch, എനിക്ക് ഒരു
wünsche ആഗ്രഹമുണ്ട് അതിന് പിസ്സ സു എസൻ. ഓക്കെ, പിസ്സ കഴിക്കാൻ. അപ്പോൾ സു എസൻ എന്നുള്ളത് ഇൻഫിനിറ്റീവ് ഫോമിൽ എസൻ വന്നു. പിന്നെ എന്താണ് സബ്ജക്റ്റിനനുസരിച്ച് ഹാബൻ എന്നുള്ള വെർബ് ഹാബെ എന്ന് ഫസ്റ്റ് പൊസിഷൻ, അതായത് ഫസ്റ്റ് സെൻറ്റൻസിൽ കോൺജുഗേറ്റ് ചെയ്ത് എഴുതി. Ich habe einen Wunsch. എനിക്ക് വിൻഷ് ഉണ്ട്. എന്ത്? nach Deutschland zu fliegen. എനിക്ക് ഡോയ്ച്ച്ലാൻഡിലേക്ക് പറക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അടുത്തതാണ് ദി മോക്ലിഷ്കൈറ്റൻ. അതാണ് അടുത്ത നോമൻ വരുന്നത്. അതിൻ്റെ കൂടെയും ഹാബൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നോമൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാബൻ ആയിരിക്കും അവിടുത്തെ കോൺജുഗേഷൻ വെർബ് വരുന്നത്. അതുപോലെ കോമയും ആഡ് ചെയ്യണം. ഓക്കെ, ഈ ഹാബ ആന മോക്ലിഷ്കൈറ്റൻ എനിക്കൊരു പോസിബിലിറ്റി ഉണ്ട്. ഡിഷ് ബസൂഹൻ, നിന്നെ ബസൂഹൻ മീറ്റ് ചെയ്യാനായിട്ട്. അടുത്ത എക്സാമ്പിളാണ് ഈ ഹാബ ആന മോക്ലിഷ്കൈറ്റ് nach Deutschland fliegen. എനിക്ക് ഡോയ്ച്ച്ലാൻഡിലേക്ക് ഫ്ലീഗൻ ചെയ്യാനുള്ള ഒരു മോക്ലിഷ്കൈറ്റും ഉണ്ട്. ഓക്കെ, 2 എക്സാമ്പിൾസാണ് പറയുന്നത്. അപ്പം നൗൺ വരുവാണെങ്കിൽ കോമ വേണം. അടുത്ത മൂന്നാമത്തേതാണ് ലുസ്റ്റ്. ലുസ്റ്റിൻ്റെ കൂടെ ഹാബൻ. ഓക്കെ, ലുസ്റ്റ് എന്നുള്ള നോമൻ്റെ കൂടെ ഹാബൻ വരും. ഈ ഹാബ ലുസ്റ്റ്, എനിക്ക് ഒരു ആഗ്രഹം, ലുസ്റ്റുണ്ട്. മീൻസ് കീനോ സുഗയൻ, കീനോയ്ക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആസ്തു ലുസ്റ്റ് അതിനെ ഫിലിം സുസേഹൻ, എനിക്ക് ഫിലിം കാണാനായിട്ട് ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെ വരും, സു ആഡ് ചെയ്ത്. അല്ലാതെ നമുക്ക് സെൻറ്റൻസ് പറയുമ്പോഴാണ് സാധാരണ രീതി പോലെ വരുന്നത്. അടുത്തത് ഇവിടെ നമ്മൾ കുറച്ചുകൂടെ നോമൻസ് കൊടുത്തിട്ടുണ്ട്. സ്പാസിൻ്റെ കൂടെ ഹാബൻ വരും, സൈറ്റിൻ്റെ കൂടെ ഹാബൻ വരും, അങ്സ്റ്റിൻ്റെ കൂടെ ഹാബൻ വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഹാബൻ ആയിരിക്കും വരുന്നത്. അടുത്തത് രണ്ടാമത്തതാണ്. രണ്ടാമത്തെ സ്പെഷ്യൽ കേസ് അല്ലെങ്കിൽ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഖായനം വെർബിന് ശേഷം എന്താണ് കോമ വരും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് വെർബാണ് ഔഫ്യോറൻ. ഔഫ്യോറൻ എന്ന് പറയുന്ന ഒരു ട്രംബാരൻ വെർബാണ്. അതുപോലെ തന്നെ മീനിങ് വരുന്നത് ടു സ്റ്റോപ്പ് എന്നാണ്. പിന്നെ സെൻറ്റൻസ് എങ്ങനെ നമുക്ക് ഇൻഫിനിറ്റീവ് മിറ്റ്സൂല് വെച്ച് നോക്കാം. എഴുതുന്നതെന്ന് ഇഷ് ഹ്യോറെ ഔഫ് കോമ. ട്രംബാരൻ വെർബ് ആയതുകൊണ്ട് അവിടെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നമ്മൾ ആ ട്രംബാരൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് കോമയും ഇടുക. ഓക്കെ, ഇഷ് എന്നുള്ള കോൺജുഗേഷൻ വരുന്നത്, ഇഷ് എന്ന സബ്ജക്റ്റിന് ഹ്യോറൻ എന്നുള്ള കോൺജുഗേഷൻ വരുന്നതാണ് ഹ്യോറെ. എന്നിട്ട് ഔഫ് എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്തു. എന്നിട്ട് കോമ സു റൗഹൻ, റൗഹൻ ടു സ്മോക്ക്, എനിക്ക് റൗഹൻ സ്റ്റോപ്പ് ചെയ്യണം. അടുത്തത് രണ്ടാമത്തത് ഹ്യോട്ട് ഹൗഫ് ഡോയ്ഷ് ടു ലേണൻ, എനിക്ക് എന്താണ് ഡോയ്ഷ് ലേണൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. എനിക്കെന്നല്ല, അവന് ഹ്യോട്ട് എന്നാണ് വന്നേക്കുന്നത്. രണ്ടാമത്തതാണ് ഫോർ ഹാബൻ എന്ന് പറയുന്ന വെർബ്, അതായത് ടു പ്ലാനൻ എന്നാണ്. ഇതും ട്രംബാരൻ വെർബാണ്, ഫോർ ഹാബൻ. എക്സാമ്പിൾ നോക്കാം. ഇഷ് ഹാബെ ഫോർ einen പാർട്ടി സു ഓർഗനൈസ് ചെയ്യാൻ, ഞാനൊരു പാർട്ടി ഓർഗനൈസ് ചെയ്യാൻ എന്താണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫോർ ഹാബ് എന്ന് പറഞ്ഞാൽ പ്ലാൻ എന്നാണ്, അതായത് ടു പ്ലാൻ എന്നാണ് മീനിങ് വരുന്നത്. അത് ട്രംബാരൻ വെർബ് ആയതുകൊണ്ട് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ അത് നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിൾ വരുന്നതാണ് ആസ്തു ഫോർ einen ഔട്ടോ കൗഫൻ. എന്താണ് ഒരു ഔട്ടോ കാറ് കൗഫൻ ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെ പ്ലാൻ ചെയ്യുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ ട്രംബാരൻ വെർബ് വരുമ്പോൾ ട്രംബാരൻ വെർബ് യൂസ് ചെയ്തിട്ട് വേണം വെർബ് യൂസ് ചെയ്യാൻ. അടുത്തത് മൂന്നാമത്തത് ബിഗിനൻ എന്ന് പറഞ്ഞ വെർബാണ്. ബിഗിനൻ എന്ന് പറഞ്ഞാൽ ടു ബിഗിൻ അല്ലെങ്കിൽ സ്റ്റാർട്ട്. അപ്പം ബിഗിനെ എന്ന് ബിഗിനെ ടോയ്സ് ടു ലേണൻ, ടോയ്സ് പഠിക്കാനായിട്ട് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇഷ് ഹാബെ ബെഗൊന്നെ ഡോയ്സ് ടു ലേണൻ, അങ്ങനെയും പറയാം. അതായത് പാർട്ടിസിപ്പ് സോയി ബിഗിന്നെ എന്നുള്ളതിൻ്റെ പാർട്ടിസിപ്പ് സോയിയാണ് ബെഗൊന്നൻ. അപ്പോൾ ഇവിടെ ബെഗൊന്നൻ എന്നുള്ള വെർബ് എന്താണ് ഇഷ് എന്നുള്ള സബ്ജക്റ്റിനെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ബെഗൊന്നെ എന്ന് വരുന്നു. ഓക്കെ, ബെഗൊന്നെ ഡോയ്സ് ടു ലേണൻ. ഓക്കെ, അടുത്തത് വരുന്നതാണ് അൻഫാഗൻ. അൻഫാങ്കൻ എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എന്ന് തന്നെയാണ് മീനിങ് വരുന്നത്. ഫാങ്കൻ എന്നുള്ള വെർബും അൻ എന്നുള്ളത് പ്രിഫിക്സുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. സിഫാഗൻ അൻ ഡോയ്സു ലേണൻ, ഡോയ്സ് പഠിക്കാൻ അവൾ എന്താണ് തുടങ്ങുന്നുള്ളൂ, അല്ലെ അവർ തുടങ്ങുന്നുള്ളൂ. ഓക്കെ, അടുത്തതാണ് എന്താണ് ഇവിടെ ചുമലയിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട
കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് ട്രംപാര വെർബ് വരുമ്പോഴത്തേനും ഓപ്സാസിൽ തന്നെ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നേബൻ സെൻസി വേണം നമ്മൾ സൂ ആഡ് ചെയ്ത് അടുത്ത വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ എഴുതാനായിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ഇൻഫിനിറ്റീവ് മിറ്റ്സു ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അടുത്ത അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് വരുന്നത്. 5ാമത്തെ ഒരു വെർബാണ് അലൗബൻ. അലൗബൻ എന്ന് പറഞ്ഞാൽ ടു അലൗ എന്ന്, അതായത് ഡാറ്റീവ് വെർബാണത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സെൻറ്റൻസ് എഴുതേണ്ടി വരും, ഡാറ്റീവ് സെൻറ്റൻസ് എഴുതേണ്ടി വരും. അടുത്താണ് എംഫാലൻ. എംഫാലൻ എന്ന് പറഞ്ഞാൽ ടു റെക്കമെൻഡ് എന്നാണ്, ഡാറ്റീവ് വെർബാണ്. അടുത്താണ് ബിറ്റൻ. ബിറ്റൻ എന്ന് പറഞ്ഞാൽ ടു റിക്വസ്റ്റ്, അത് അക്യൂസാറ്റീവ് വെർബാണ്. അടുത്തതാണ് 3ാമത്തെ കേസ്. 3ാമത്തെ സ്പെഷ്യൽ കേസ് എന്ന് വെച്ചാൽ സൈൻ ഫിൻഡൻ. സൈനിന് ശേഷം നമുക്ക് ഫിൻഡൻ അല്ലെങ്കിൽ വെർബ് പ്ലസ് അഡ്ജക്റ്റീവ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സൈനിൻ്റെ കൂടെ നമ്മൾ അഡ്ജക്റ്റീവ് ആഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നോക്കാം. എസീസ് വിസ്റ്റിക്. കണ്ടോ, എസീസ് വിസ്റ്റിക് ഏതന്ഥ ദി ഹൗസ് ഓഫ് ഗാബെ ആഹൻ. ഗാബൻ എന്നുള്ളത് ചേർത്ത് എഴുതണം, അത് സ്പ്ലിറ്റ് ചെയ്തല്ല എഴുതേണ്ടത്. ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ എൻ്റെ മീനിങ് വരുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യണം എന്നുള്ളത്. അടുത്തതാണ് എസ് നോട്ട് വെൻറ്റിക്. അത് വളരെ നെസസറിയാണ്. യോഗ സുമാഹൻ. യോഗ ചെയ്യണം എന്നുള്ളത് വളരെ ആവശ്യമാണ്. അടുത്തതാണ് ഇൻഫിനിറ്റി ഒനേസു. ഒനേസു എന്ന് പറഞ്ഞാൽ അവിടെ സു ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന കേസസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസാണ് മൊഡാൽ വെർബ്. മൊഡാൽ വെർബ് ആ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സു ആഡ് ചെയ്യത്തില്ല. എർമൂസ് ആർബൈറ്റൻ എന്നുള്ളിടത്ത് എർമൂസ് സു ആർബൈറ്റൻ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, സു ആഡ് ചെയ്യാൻ പറ്റിയില്ല. അടുത്താണ് ഫുൾ ടു റൈൻ. ഫുൾ ടു റൈൻ എന്നുള്ള ഗ്രാമാറ്റിക് പോർഷനിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, സു ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തതാണ് ഗെബ്ലാങ് ഹോസെ. ഗെബ്ലാങ് ഹോസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർബുകളിനെ എല്ലാം കൂടെ കൂട്ടി പറയുന്നതാണ് ഗെബ്ലാങ് ഹോസെന്ന്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേ എന്ന് പറഞ്ഞാൽ ഗേയൻ, ലാ എന്ന് പറഞ്ഞാൽ ലാസൻ ടു ലീവ്, ബിയൽ എന്ന് പറഞ്ഞാൽ ബ്ലൈബൻ, ഹോ എന്ന് പറഞ്ഞാൽ ഹ്യോറൻ, സേ എന്ന് പറഞ്ഞാൽ സേഹൻ. അപ്പോൾ ഇതൊക്കെയാണ് വെർബുകളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ ഈ വെർബുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇൻഫിനിറ്റീവ് മിറ്റ്സു യൂസ് ചെയ്യില്ല, അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, തന്നെ ഞാൻ പറയുന്നത് ഗെനറ്റീവ് എന്താണെന്നാണ്. ഗെനറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ എന്നാണ് മീനിങ് വരുന്നത്, അതായത് വെസൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഒരു പൊസഷൻ പറയാനായിട്ടാണ് നമ്മൾ ഗെനറ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഗെനറ്റീവ് ഷോസ് പൊസസ്യോൺ അല്ലെങ്കിൽ ബിലോങ്ങിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം എന്നൊക്കെ പറയുന്നത്, ആ ഓണർഷിപ്പ്, അതാണ് ഗെനറ്റീവ് സെൻറ്റൻസ് ഷോസ് ഓണർഷിപ്പാണ് കാണിക്കുന്നത് ഗെനറ്റീവ് സെൻറ്റൻസ്. ഗെനറ്റീവ് സെൻറ്റൻസ് എപ്പോഴും 2 നൗൺ ഒന്നിച്ച് വരും. അതായത് ഗെനറ്റീവ് സെൻറ്റൻസിൽ 2 നൗൺസ് ആയിരിക്കും ഉള്ളത്. ഒന്നാമത്തേത് സാധാ നൗണും രണ്ടാമത്തേത് ഗെനറ്റീവിനെ സൂചിപ്പിക്കുന്ന നൗൺ. മനസ്സിലാക്കി വെക്കുക, 2 നൗൺസ് ആണ് ഉള്ളത്. ഫസ്റ്റ് തന്നെ എന്താണ്, ഇത് ഓണർഷിപ്പിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇത് സുഗഹ്യോക്കായിട്ടാണ് കാണിക്കുന്നത്, അതായത് പൊസസ്യോനെ കുറിച്ചാണ് കാണിക്കുന്നത്. ഇവിടെ ഈ സെൻറ്റൻസിൽ 2 നൗൺ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ഗെനറ്റീവ് ആണോ എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്, ആ സെൻറ്റൻസിൽ 2 നൗൺസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതനുസരിച്ചാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ഗെനറ്റീവ് കേസാണ് അല്ലെങ്കിൽ സെൻറ്റൻസ് ആണ് എന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളായിട്ട്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം നമുക്ക് 2 നോമൻസ് അതായത് നൗൺസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദസ് ഔട്ടോയും ദസ് മന്നസ് എന്നും പറഞ്ഞ് 2 നൗൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ മീനിങ് വരുന്നത് ദസ് ദസ് ഔട്ടോ ദസ് മന്നസ്. ദസ് മന്നസ് ആ മൻ, ഓക്കെ, ആ മൻ അയാളുടെ ഓട്ടോയാണോ കാറാണോ. മന്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരാളുടെ ഒരു ഓണർഷിപ്പാണ് അവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഒരു നൗണാണ് നമ്മൾ ഗെനറ്റീവ് നൗൺ എന്ന് പറയുന്നത്. ആരുടെ എന്നാണ്. കണ്ടോ, ഗെനറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസൻ, ആരുടേതാണ് ആ ഒരു അങ്ങനെ കാണിക്കുന്ന നൗണിനെയാണ് നമ്മൾ ഗെനറ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സാധനം, ആ ഒരു ഉടമസ്ഥത അല്ലെങ്കിൽ ഓണർഷിപ്പ്, അത് എന്തിനെക്കുറിച്ചാണ്, ഔട്ടോ ദസ് ഔട്ടോ എന്നാണ് കാണിക്കുന്നത്. അതാണ്, അതായത്
അടുത്ത നൗണ്. അപ്പോൾ അങ്ങനെ 2 നൗൺസ് ആയിരിക്കും നമ്മൾ ഗനറ്റീവ് സെൻറ്റൻസിൽ കാണുന്നത്. അടുത്തത് ഗനറ്റീവ് ആർട്ടിക്കിളൻ. ഗനറ്റീവ് ആർട്ടിക്കിളൻ അറിഞ്ഞിരിക്കണം, എന്നാലുള്ളൂ നമുക്കിവിടെ ഈ മന്നസ് എന്നുള്ള മൺ എന്നുള്ളതിൻ്റെ അകത്ത് അത് ഇഎസ് ആഡ് ആയത് എങ്ങനെയാണെന്നുള്ളത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗനറ്റീവിനകത്ത് ആ ഗനറ്റീവ് നൗൺസിനകത്ത് നമ്മൾ എൻഡുങ്ങൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻഡുങ്ങൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നൗണിൻ്റെയും വവ്വൽസ് നോക്കി അതനുസരിച്ച് ആർട്ടിക്കിളിൻ്റെ എൻഡുങ്ങൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് ഗനറ്റീവിൻ്റെ ഇതാണ്, ആർട്ടിക്കിൾസാണ്. ഗനറ്റീവ് ആർട്ടിക്കിൾസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പെസ്റ്റിംഡ്, ഒൺപെസ്റ്റിംഡ്, നെഗേഷൻ, പൊസസീവ് എന്ന് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ, പ്ലൂറൽ എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പം ഓരോ കേസിലും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും മസ്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ബെസ്റ്റിംഡ് ആർട്ടിക്കിളിനെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. താഴോട്ട് നോക്കാം. ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വരുമ്പോഴത്തേനും ദസ്, ദർ, ദസ്, ദർ അങ്ങനെയാണ് വരുന്നത്. ഉൺബെസ്റ്റിംഡ് ആകുമ്പോഴത്തേനും ഐനസ്, ഐനർ, ഐനസ്. പ്ലൂറൽ കേസ് ഉൺബെസ്റ്റിംഡിന് ഇല്ല. അടുത്തത് നെഗോസിയം. നെഗോസിയം വരുമ്പോഴത്തേനും കൈനസ്, കൈനർ, കൈനസ്, കൈനസ്. പ്ലൂറലും കൈനസ് എന്ന് തന്നെയാണ്. അടുത്തതാണ് പൊസസീവ്. പൊസസീവ് വരുമ്പോഴത്തേനും മൈനസ്, മൈനർ, മൈനസ്, മൈനർ എന്നാണ്. ഇങ്ങനെയാണ് പ്ലൂറാലും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആർട്ടിക്കിളൻ വരുന്നത്. അപ്പോൾ ഇതും മസ്റ്റായിട്ടും മനസ്സിലാക്കി വെക്കുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്നാലേ ഉള്ളൂ നമുക്ക് എൻഡുങ്ങൻ ആഡ് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് ഗനറ്റീവ് നോമിന് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ എൻഡുങ്ങൻ എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്കൊരു നോട്ടുള്ളത്, an additional es or s is added to the masculine or neutral noun in genitive case. ഗനറ്റീവ് കേസിൽ അല്ലെങ്കിൽ ഗനറ്റീവ് സെൻറ്റൻസിൽ മസ്കുലിൻ അല്ലെങ്കിൽ ന്യൂട്രൽ നോമൻസിൽ മാത്രം നമ്മൾ ഈ എൻഡുങ്ങൻ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, മസ്കുലിനും ന്യൂട്രലും കേസിൽ മാത്രം, അതായത് നോമനിൽ മാത്രമേ നമ്മളത് യൂസ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് യൂസ് ചെയ്യുന്നത് എൻഡുങ്ങൻ ഇ എസ് അല്ലെങ്കിൽ എസ് ആയിരിക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിനും 2 കേസുകൾ, സ്പെഷ്യൽ കേസുകളുണ്ട്. 1, 2 എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ കേസാണ് മേർ സീപ്ലൻ നോമൻ, രണ്ടാമത്തതാണ് ഐൻ സീപ്ലൻ നോമൻ. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റത്താണ് മേർ സീപ്ലൻ നോമൻ. മേർ സീപ്ലൻ നോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോമൻ്റെ എന്താണ് വവ്വൽസ് മേർ കൂടുതലായിരിക്കും. അതായത് ഒന്നിൽ കൂടുതൽ വവ്വൽസ് ഉള്ള നൗണിൽ നമ്മൾ ആമൻ്റെയിൽ എസ് ആഡ് ചെയ്യുക. ഓക്കെ, അതാണ് മേർ സിബ്ലൻ നോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ വവ്വൽസ് ഉണ്ടെങ്കിൽ, ഒരു നൗണിൽ ഒന്നിൽ കൂടുതൽ വവ്വൽസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആമൻ്റെയിൽ എസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. zum Beispiel der Vater. der Vater എന്ന് പറഞ്ഞാൽ ദസ് എന്നാവും. ആർട്ടിക്കിൾ എന്താ, ദർ എന്നുള്ളത് ദസ് ആവും. ഓക്കെ, ദസ് ഫാറ്റേഴ്സ്. അവിടെ എന്തൊക്കെ വവ്വൽസ് ആണ് വരുന്നത്? എയും ഇയും മാത്രം, 2 വവ്വൽസ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ എസ് ആമൻ്റെയിൽ ആഡായി. ഓക്കെ, അടുത്തതാണ് ദസ് ഔട്ടോ. ദസ് ഔട്ടോ, ദസ് ഔട്ടോസ്. അടുത്തതാണ് ദി ഫ്രൗ. ദി ഫ്രൗ എന്നുള്ളത് ദർ ഫ്രൗസ്. അടുത്തത് ദസ് പ്യൂറോ. പ്യൂറോ എന്നുള്ളത് ദസ് പ്യൂറോസ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിളും നോക്കുക. ദർ എന്നുള്ള ആർട്ടിക്കിളും ഗനറ്റീവിലേക്കാവുമ്പോഴത്തേനും അത് എന്താകും? ദസ് എന്നാകും. ദി എന്നുള്ളത് ദർ എന്നാകും. ആർട്ടിക്കിൾ നോക്കുക. അതുപോലെ തന്നെ എത്ര നോമൻ്റെ വവ്വൽസ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് എൻഡുങ്ങനും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ മേർ സീബ്ലൻ നോമൻ. അടുത്തതാണ് ഐൻ സീബ്ലൻ നോമൻ. അപ്പം ഐൻ സീബ്ലൻ നോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വവ്വൽസ് മാത്രമേ ഉള്ളൂ നമുക്ക് നൗണിൽ വരുന്നുള്ളൂ. അന്നേരമാണ് നമ്മൾ ഇയേഴ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ zum Beispiel നോക്കാം. ദാസ് ബിൽഡ്. ദാസ് ബിൽഡ് എന്ന് പറഞ്ഞ പിക്ചർ. പിക്ചറിന് നമ്മളത് എന്ത് പറയും? ദസ് ബിൽഡേഴ്സ്. ഐ എന്നുള്ള വവ്വൽ മാത്രം അവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇ എസ് ആമൻ്റെയിൽ ആഡായി. അപ്പം ദസ് ബിൽഡേഴ്സ്. അടുത്തത് ദസ് കിൻഡ്. ദസ് കിൻഡ് എന്നുള്ളത് ദസ് കിൻഡസ്. അടുത്തത് ഐൻ ടാഗ്. ഐൻ ടാഗ്, ഐനസ് ടാഗസ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓർക്കുക, ഇത് മേർ സിബ്ലൻ നോമൻ ആണെങ്കിലും ഐൻ സിബ്ലൻ നോമൻ ആണെങ്കിലും എങ്ങനാണെങ്കിലും നമ്മൾ മസ്കുലിൻ്റെയും ന്യൂട്രലിൻ്റെയും നൗണിൽ മാത്രം നമ്മൾ ഈ എൻഡുങ്ങൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ ദസ് ഔട്ടോ മൈനസ് ഫാദർ ഈസ് കപ്പൂത്ത്.
എൻ്റെ ഫാദറിൻ്റെ ഔട്ടോ കപ്പൂട്ടാണ്. പീറ്റർ ഔട്ടോ ഈസ് കപ്പൂട്ട്. അത് എന്താണ് ഗനറ്റീവ് സെൻറ്റൻസിലല്ല എഴുതിയിരിക്കുന്നത്. ഗനറ്റീവിലേക്ക് ആക്കുമ്പം ദാസ് ഔട്ടോ പീറ്റേഴ്സ്, ദാസ് ഔട്ടോ ദർ എന്നുള്ളത് എന്താണ് ദസ് ആവും. അപ്പം ദസ് ഔട്ടോ ദസ് പീറ്റർ ഈസ് കപ്പൂട്ട്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അടുത്തതാണ് ദി ഔഗൻ മൈനർ കിൻഡസ് സിന്ത് ക്രോസ്. എൻ്റെ കിൻഡിൻ്റെ ഐസ് ഗ്രോസ് ആണ്, വലുതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വരുന്നുള്ളൂ. നമ്മൾ ഗനറ്റീവ് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് കാര്യമാണ് നമുക്ക് ഗനറ്റീവ് ആർട്ടിക്കിൾസ് അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ 2 കേസസും അറിഞ്ഞിരിക്കണം. അത് രണ്ടും അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഗനറ്റീവ് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഗനറ്റീവ് പ്രിപ്പോസിഷൻ 6 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റത്തെ വേറണ്ട്. വേറണ്ട് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് അല്ലെങ്കിൽ വൈൽ എന്നുള്ള മീനിങ് ആണ്. വേഗൻ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് അല്ലെ ഡ്യൂ ടു എന്നൊക്കെ മീനിങ് ആണ് വരുന്നത്. മൂന്നാമത്തതാണ് ട്രോട്ട്സ്. ട്രോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഓഫ് എന്നാണ് മീനിങ്, അതായത് എന്നിരുന്നാലും എന്നുള്ള മീനിങ്. അടുത്തത് 4മത്തത് ഇന്നർ ഹാൽബ്. ഇന്നർ ഹാൽബ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഓഫ് വിത്തിൻ, എന്തെങ്കിലും സ്ഥലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന പീരീഡിനുള്ളിൽ എന്നൊക്കെ പറയാൻ യൂസ് ചെയ്യുന്നതാണ് ഇന്നർ ഹാൽബ്. അടുത്തതാണ് ഔസർ ഹാബ്. ഔസർ ഹാൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഓഫ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് എന്നാണ് മീനിങ് വരുന്നത്. അടുത്തതാണ് 6മത്തത് സ്റ്ററ്റ് അല്ലെങ്കിൽ ആൻസ്റ്ററ്റ്. ഇത് രണ്ടും പകരം എന്നുള്ളൊരു മീനിങ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് എന്നാണ് മീനിങ് വരുന്നത്. ഇത്രയുമാണ് പ്രപ്പോസിഷനായിട്ട് വരുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് ഒരു സെൻറ്റൻസിൽ ആഡ് ചെയ്ത് എഴുതുന്നതെന്ന് നമുക്ക് എക്സാമ്പിൾ സഹിതം നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രപ്പോസിഷനാണ് വേറണ്ട്. വേറണ്ട് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് അല്ലെങ്കിൽ വൈൽ എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ നോക്കാം. വേറണ്ട് ദ പ്രസൻറ്റേഷൻ വാർ ഇസ് മ്യൂഡൻ. അതായത് ഡ്യൂറിങ് ദ പ്രസൻറ്റേഷൻ്റെ സമയത്ത് ഞാൻ മ്യൂഡേ ആയിരുന്നു, അതായത് ടയേർഡായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ദി പ്രസൻറ്റേഷൻ എന്നുള്ളത് ദർ പ്രസൻറ്റേഷനായി, അതായത് ഗനറ്റീവിലേക്കായി. ഗനറ്റീവ് പ്രപ്പോസിഷൻ്റെ കൂടെ ഗനറ്റീവ് നൗൺ ആയിരിക്കും പിന്നെ ആഡ് ആവേണ്ടത്. അപ്പോൾ ആ ഗനറ്റീവ് നൗണിന് നമ്മൾ ആമൻ്റെയിലും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ വവൽസ് ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എസ് ആഡ് ചെയ്തിട്ടില്ല, അത് മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ എസ് ആഡ് ചെയ്ത് വേണം നിങ്ങൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ദർ പ്രസൻറ്റേഷൻസ് എന്നാണ് വരുന്നത്. ഓക്കെ, എസ് ആഡ് ചെയ്യണം. ഇവിടെ അത് ചേർക്കാൻ മറന്നുപോയി. അടുത്തതാണ് വേറണ്ട് ദസ് ഉണ്ടറിറ്റ്സ് എസേജ് പിസ. അതായത് ഡ്യൂറിങ് ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ എന്ത് കഴിച്ചു? പിസ കഴിച്ചു. അപ്പോൾ അവിടെ ദർ ഉണ്ടറിസ്റ്റ് എന്ന് എഴുതിയിട്ട് ആമൻ്റെ ലെസ്സും ആഡ് ചെയ്ത് കൊടുത്തു. അതായത് ഒന്നിൽ കൂടുതൽ അവിടെ വവൽസ് ആഡായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടേക്കാം. കാണാത്തവർ കയറി കാണുക. അതിനുശേഷം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാരണം എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാതെ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രപ്പോസിഷൻ ആഡ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമ്പിൾ വേറണ്ട് ദസ് റേഗൻസ് സ്പീലെ ഫൂസ്ബാൾ. അതായത് റേഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റേഗൺ നൗണാണ്. റെയിൻ്റെ വെർബായിട്ട് വരുന്നത് റേഗ്നൻ ആണ്. ഓക്കെ, അപ്പോൾ ആ നൗണിന് നമ്മൾ ദസ് റേഗ്നസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ വവൽസ് ഉള്ളതുകൊണ്ട് എസ് ആഡ് ചെയ്ത് കൊടുത്തു. ദർ എന്നുള്ളത് ദസ് ആയി. ഓക്കെ, അപ്പം എന്താണ് ഡ്യൂറിങ് ദ റെയിൻ്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഫൂസ്ബാൾ കളിച്ചു. പ്രപ്പോസിഷൻ പ്ലസ് ഗനറ്റീവ് നോമൻ പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്. അങ്ങനെയാണ് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യേണ്ട സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ പ്രപ്പോസിഷൻ നമുക്ക് ഫസ്റ്റിലും വെക്കാം, തേർഡിലും വെക്കാം. ഓക്കെ, തേർഡിൽ വെക്കുമ്പോൾ നമ്മൾ സബ്ജക്റ്റും വെർബും ഫസ്റ്റും സെക്കൻഡും വെച്ച് കഴിഞ്ഞ് നമ്മുടെ ഗനറ്റീവ് പ്രപ്പോസിഷൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നോമൻ വെക്കുക. എന്നിട്ട് ബാക്കി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് വെക്കുക.
അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും വെക്കാം. ഫസ്റ്റിലും തേർഡിലും നമുക്ക് ഈ ഗെനറ്റീവ് പ്രപ്പോസിഷൻ ആഡ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ. വേറെണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ, ഒറ്റ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് വേറെണ്ട് എന്നുള്ള. വേഗം എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു, അതായത് കാരണത്താൽ, ഇത് കാരണം എന്നൊക്കെ പറയുന്നതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. വേഗൻ ദാസ് റേഗൻസ് ക്യോണ്ടെ ഇഷ് നിസ്റ്റ് ഫൂസ്ബാൾ. അതായത് മഴ കാരണം എനിക്ക് ഫൂസ്ബോൾ കളിക്കാൻ പറ്റിയില്ല. വേഗൻ ദാസ് റേഗൻ ഫർഷോപ്പൻ ദി പാർട്ടി. ഫർഷോപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോണ്ടഡ്, നീട്ടിവെച്ചു എന്നാണ് പറയുന്നത്. അതായത് മഴ കാരണം ഞാൻ പാർട്ടി നീട്ടിവെച്ചു, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള സബ്ജക്റ്റ് വന്നില്ല അവിടെ. അത് നമുക്കിവിടെ ഫർഷോപ്പൻ എന്നുള്ള അതിൽ യൂസ് ചെയ്യുക. അതായത് വേഗൻ ദാസ് റേഗൻ ഫർഷോപ്പൻ വിയർ ദി പാർട്ടി. ഞങ്ങൾ പാർട്ടി വെച്ചു എന്നാക്കാം, വിയർ ആക്കാം അവിടെ. അല്ലെങ്കിൽ നമുക്ക് ഇഷാണെങ്കിൽ അത് ഫർഷോബെ എന്നാക്കാം. അതായത് ഇഷിനെ നമ്മൾ ആ വെർബ് ഫർഷോബൻ എന്നുള്ള വെർബിനെ കോഞ്ചുഗേറ്റ് ചെയ്ത് ആ ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റാം. അപ്പം ഈ ഫർഷോബൻ എന്നുള്ളത് നമുക്ക് വിയർ ആക്കി വേണമെങ്കിലും പറയാം. അത് ഫുൾ വെർബായിട്ടല്ലേ കിടക്കുന്നത്, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് എന്താ, മഴ കാരണം ഞങ്ങൾ പാർട്ടി പോസ്റ്റ്പോണ്ട് ചെയ്തു. അടുത്ത എക്സാമ്പിളാണ് വേഗൻ മൈനസ് ബ്രോദർ ക്യോണ്ടെ ഈസ് നീസ്റ്റ് ലേണൻ. എൻ്റെ ബ്രോദർ കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഓക്കെ, അവിടെ ദസ് എന്നൊക്കെ പറയാൻ എന്താണ്, മൈന ബ്രോദർ ആയതുകൊണ്ടാണ് അവിടെ മൈനസ് ആയത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം വരുന്നത്, നമ്മളൊരു സെൻറ്റൻസ് ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സെൻറ്റൻസ് നമ്മളെപ്പോഴും വുഡ് എന്നുള്ള പ്രെറ്ററിട്ടം യൂസ് ചെയ്ത് വേണം എഴുതാനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വേഗൻ ദസ് റേഗൻസ് വുഡ് ദി പാർട്ടി ഫർഷോബൻ. മഴ കാരണം പാർട്ടി പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുന്നു എന്ന് വരും. പാസ്റ്റിലേക്ക് നീട്ടിയിരിക്കുന്നു, പാസ്റ്റിലാണത് പറയേണ്ടത്. അടുത്തതാണ് ട്രോട്സ്. ട്രോട്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ല ഡെസ്പൈറ്റ് ഓഫ് എന്നാണ് മീനിങ് വരുന്നത്. എന്നിരുന്നാലും എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ട്രോട്സ് ദസ് കേൾത്തസ് എസ് ഇഷ് ഐന് ഐസ്. തണുപ്പാണെങ്കിലും എനിക്ക് ഐസ് കഴിക്കണം. അല്ലെങ്കിൽ അടുത്തതാണ് ട്രോസ് ദസ് റേഗൻസ് സ്പീല ഇഷ് ഫുട്ബോൾ. മഴയാണെങ്കിലും എനിക്ക് ഫുട്ബോൾ കളിക്കണം. ട്രോസ് ദസ് ഉൻവെറ്റേഴ്സ് കേറ്റ് ഹെർ സുർ ആർബൈറ്റ്. അവിടെ സുർ എന്ന് വന്നതിൻ്റെ കാരണം ഗേയൻ എന്നുള്ള വെർബ്, അതായത് ഗേറ്റ് എന്ന് അവിടെ കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത് ഗേയൻ വെർബാണ്. ഗേയൻ എന്നുള്ള വെർബ് അത് ഡാറ്റീവ് വെർബാണ്. അതുകൊണ്ടാണ് അവിടെ സുർ എന്നുള്ള ഡാറ്റീവ് പ്രപ്പോസിഷൻ അവിടെ ആഡായിരിക്കുന്നത്. അടുത്തതാണ് ഇന്നർ ഹാൽബ്. ഇന്നർ ഹാൽബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് ഓഫ് വിത്തിൻ, അതായത് പ്ലേസിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിനുള്ളിൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ ഈ ഇന്നർ ഹാൽബ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇന്നർ ഹാൽബ് ദസ് റെസ്റ്റോറൻറ്റ് ഡാഫ് മൻ നിസ്റ്റ് റൗഹൻ. അതായത് റെസ്റ്റോറൻ്റ് അകത്ത് എന്താണ്, ആൾക്കാർക്ക് റൗഹൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത എക്സാമ്പിളാണ് ഇന്നർ ഹാൽബ് ഐന സ്റ്റുൻഡെ കൊംറ്റ് എർ. അതായത് 1 മണിക്കൂറിനുള്ളിൽ അവൻ എത്തും. ഓക്കെ, വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻസൈഡ് ഓഫ് വിത്തിൻ, ഇപ്പോൾ ടൈമാണ് അവിടെ ആ ഇൻസൈഡ് ഓഫ് വിത്തിൻ നിന്ന് സൂചിപ്പിക്കുന്നത്. ഇത്ര ടൈമിനുള്ളിൽ അവൻ അവിടെ എത്തിയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത എക്സാമ്പിളാണ് ഇന്നർ ഹാൽബ് ഐന വോഹെ ലേൺസ് ടു ടോയ്സ്. എന്താണ്, നീ ഒരു വീക്കിനുള്ളിൽ തന്നെ ടോയ്സ് ലേൺ ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്തതാണ് സ്റ്ററ്റ് അല്ലെങ്കിൽ അൺസ്റ്ററ്റ്. ഇൻസ്റ്റെഡ് ഓഫ് പകരം എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ സ്റ്റട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബെസ്റ്റിൻ്റെ ആർട്ടിക്കിളിൻ്റെ കൂടെ മാത്രമേ നമ്മൾ സ്റ്ററ്റ് എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്തുള്ളൂ. അൺസ്റ്ററ്റ് ആണെങ്കിൽ അൺസ്റ്ററ്റ് നമ്മൾ ഉൺബെസ്റ്റിൻ്റെ, അതായത് ഐൻ അങ്ങനത്തെ ഉൺബെസ്റ്റിൻ്റെ ആർട്ടിക്കിളിൻ്റെ കൂടെ നമ്മൾ അൺസ്റ്ററ്റ് യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആദ്യം സ്റ്ററ്റ് ദസ് ബർഗേഴ്സ് എസ് ഈഷ് പിസ്സ. അതായത് ബർഗറിന് പകരം ഞാൻ പിസ്സ കഴിച്ചു. ഓക്കെ, അടുത്തതാണ് സ്റ്ററ്റ് ദസ് ഹുണ്ടേഴ്സ് കൗഫെ ഈഷ് ദി കാറ്റ്സ്. ഹുണ്ടിന് പകരം ഞാൻ എന്താണ്, ക്യാറ്റ്സിനെയാണ് വാങ്ങിച്ചത്.
അടുത്താണ് അൺസ്റ്റെറ്റ് വെച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ് unbestimmt ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അൺസ്റ്റെറ്റ് ഐനസ് ബർഗേഴ്സ് എസെ ഇഷ് തി പിസ. ബർഗറിന് പകരം ഞാൻ പിസ്സ കഴിച്ചു. അൺസ്റ്റെറ്റ് ഐനസ് ഹുണ്ടസ് കൗഫെ ഇഷ് തി കാറ്റ്സെ. എന്താണ് ഹുണ്ടിന് പകരം ഞാൻ ക്യാറ്റ്സിനെയാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പം അൺസ്റ്റെറ്റിന് ഇത്രമാത്രം നമുക്കൊരു വ്യത്യാസം വരുന്നുള്ളൂ. ദി ദസ് എന്നുള്ളതിന് പകരം നമ്മൾ ഐനസ് ഐനെ അതായത് ബെസ്റ്റിംഡ് മാറ്റി unbestimmt ആക്കുന്നു, അത്രേ ഉള്ളൂ. അടുത്തതാണ് ഔസർ ഹാൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഓഫ് അല്ലെങ്കിൽ ഔട്ട് ഓഫ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഔസർ ഹാൽബ് ദർ സ്റ്റട്ടസ് വോണ്ട് ഹെർ. അതായത് ഞാൻ അകത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഔട്ട്സൈഡ് വെളിയിൽ തന്നെയാണ്, സിറ്റിൻ്റെ വെളിയിലാണ് താമസിക്കുന്നത്. അടുത്തത് ഔസർ ഹാൽബ് ദസ് സിമ്മേഴ്സ് കാനിഷ് മ്യൂസിക് നിസ്റ്റ് ഹോറൻ. അതായത് റൂമിൻ്റെ വെളിയിലുള്ള മ്യൂസിക് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗനറ്റീവ് പ്രിപ്പോസിഷൻ. അതായത് നമ്മൾ ഗനറ്റീവ് നൗണിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ ഈ പ്രിപ്പോസിഷനും ആഡ് ആവുന്നത്. എപ്പോഴും അത് ശ്രദ്ധിക്കുക, അത് മാറിപ്പോവല്. പ്രിപ്പോസിഷൻ വെക്കുക, അത് കഴിഞ്ഞ് നൗൺ വെക്കുക. ഇനി അടുത്തത് ഇപ്പം നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ വെക്കുമ്പോഴാണ് ഇങ്ങനെ. തേർഡ് പൊസിഷനിലാണെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ് വെക്കുക, പിന്നെ വെർബ്, പിന്നെ ഗനറ്റീവ് പ്രപ്പോസിഷൻ, പിന്നെ നോമൻ, പിന്നെ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വെക്കുക. പിന്നെ പറയുന്നത് ഒപ്പോളാണ്. ഒപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു കണക്ടോറും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ രണ്ട് സെൻറ്റൻസിനെയും കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒപ്പോൾ ഹോപ്സാഡ്സിലും വെക്കാം, നേബൻസാഡ്സിലും വെക്കാം. ഹോപ്സാഡ്സിൽ വെക്കുമ്പോഴത്തേനും നമ്മൾ വെർബ് ടു വെർബായിരിക്കും, അതായത് രണ്ട് സെൻറ്റൻസും നമ്മൾ വെർബ് ടു വെർബിലായിരിക്കും എഴുതുന്നത്. അതുപോലെ നേബൻസാഡ്സിലാണെങ്കിൽ ബോൾ വെച്ച് കഴിഞ്ഞിട്ട് ആമണ്ടയിലായിരിക്കും വെർബ് കോഞ്ചുഗേറ്റഡ് ഫോമിൽ പോകും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഒപ്പോൾ ഇഷ് കൈനൻ ഹുങ്കർ ഹാബെ കോമ എസെ ഇഷ് പിസ. എനിക്ക് ഹുങ്കർ ഇല്ലെങ്കിലും ഞാൻ പിസ്സ കഴിച്ചു. അപ്പോൾ അവിടെ എന്താണ്, എനിക്ക് ഹുങ്കർ ഇല്ല എന്ന് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിലും ഞാൻ പിസ്സ കഴിച്ചു. ഓക്കെ, അങ്ങനെ കണ്ടീഷൻ പറയാനായിട്ടാണ് ഇവിടെ ഒപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കത് നേബൻസാഡ്സിലൂടെ വെച്ച് എങ്ങനെയാണ് എഴുതുന്നതെന്ന് കൂടെ നോക്കാം. ഇഷ് എസെ പിസ്സ കോമ ഒപ്പോൾ ഇഷ് കൈനൻ ഹുങ്കർ ഹാബെ. അപ്പം നമ്മൾ നേബൻസാഡ്സിൽ വെച്ചപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ്, ഞാൻ പിസ്സ കഴിച്ചു എന്നുള്ള സെൻറ്റൻസ് പറഞ്ഞു, പിന്നെ കോമ, പിന്നെ ഒപ്പോൾ. അപ്പോൾ ഇവിടെ കോമ മസ്റ്റാണ്, കോമ ഇട്ടിട്ട് വേണം നമ്മൾ ഒപ്പോൾ എഴുതാനായിട്ട്. അടുത്തൊരു എക്സാമ്പിൾ. ഇഷ് ഗെയെ ഇൻസ് പ്യൂറോ കോമ ഒപ്പോൾ ഇഷ് ക്രാങ്ക് ബിൻ. ഓക്കെ, നേബൻസാഡ്സിൽ വെച്ചത് കൊണ്ട് വെർബ് ആമണ്ടയിൽ പോയി. ഇത് സൈൻ എന്നുള്ള വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുമ്പം ബിൻ എന്ന് വന്ന് ആമണ്ടയിൽ കോഞ്ചുഗേറ്റ് ഫോമിൽ എഴുതിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ക്രാങ്ക് ആയിരുന്നാലും അല്ലെങ്കിൽ ക്രാങ്ക് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പ്യൂറോയിൽ പോയി. ഓക്കെ, എന്നിരുന്നാലും എന്നാണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്തത് ഹാഡ് ഐ നോയൻ ഔട്ടോ gekauft കോമ ഒപ്പോൾ പീറ്റർ കൈൻ ഗെൽഡ് ഹാഡ്. പീറ്ററിൻ്റെ കയ്യിൽ ഗെൽഡ് ഇല്ലായിരുന്നെങ്കിലും അവൻ പുതിയൊരു ഔട്ടോ വാങ്ങിച്ചായിരുന്നു. അടുത്തതാണ് വൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിക്കോസ് എന്നാണ് വരുന്നത്. അത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ടോറനാണ്. അതുപോലെ തന്നെയാണ് ദസാൽബിൻ്റെ മീനിങ് ആണ് ദെയർഫോർ. ഓക്കെ, ദസാൽബ്, ത്രോട്ട്സ് ദം, ഇതെല്ലാം ദെയർഫോർ എന്നുള്ള മീനിങ് ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ B1 നമുക്കത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്നതാണ് അടുത്തത്. അപ്പം ദസാൽബ് ത്രോസ്തമോ നമ്മൾ എഴുതുമ്പം അത് കഴിഞ്ഞിട്ട് വെർബാണ് വെക്കേണ്ടത്, എന്നിട്ട് ഒബ്ജക്റ്റ്, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇവിടെ ഞാൻ വൈൽ und ദസാൽബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. വൈൽ ബിക്കോസ് എന്ന മീനിങ്ങും ആൻഡ് ദസാൽബ് therefore എന്ന മീനിങ്ങും അങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അത് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്.
അടുത്തതാണ് സോദസ്. സോദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാൽ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സോദസ് സ്പ്ലിറ്റ് ചെയ്തു എഴുതാം, അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാതെ എഴുതാൻ പറ്റും. അപ്പം നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാതെ എങ്ങനെ എഴുതാം നോക്കാം. സ്പ്ലിറ്റ് ചെയ്യാതെ എഴുതുമ്പം നമ്മളിത് നെബൻസാറ്റ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഷ് ലേർനെ ഡോയിഷ്, സോദസ് ഇഷ് ഫാസ്റ്റ് ആലസ് ഫസ്റ്റേൻ ഖാൻ. അതിൻ്റെ മീനിങ് ഞാൻ ഡോയിഷ് പഠിച്ചത് കൊണ്ട് എനിക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ എന്താണ്, ഞാൻ ഡോയിഷ് പഠിച്ചതിനാൽ എനിക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, അതിനാൽ എന്നും പറയും, ആയതുകൊണ്ടും എന്നും പറയും. ഓക്കെ, അടുത്ത എക്സാമ്പിളാണ് ഈസ്റ്റ് ക്രാങ്ക്, സോദസ് നിഷ്ട് സു ആർബൈറ്റ് ഗെയിൻ കാൻ. ഓക്കെ, അപ്പം നമ്മൾ ഓർക്കുക, നെബൻസാറ്റ്സിൽ സോദസ് വെക്കുമ്പം ആമൻ്റെയിലായിരിക്കും കോഞ്ചുഗേറ്റഡ് ഫോമിൽ വെർബ് പോകുക. അപ്പോൾ ഇവിടെ മോഡാൽ വെർബായ ഖാൻ വന്നതുകൊണ്ടാണ് എന്താണ്, ഖാനാണ് ഇവിടെ ആമൻ്റെയിൽ പോയിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് അവന് ക്രാങ്ക് ആയതിനാൽ, അവന് സിക്കായതിനാൽ അവൻ ജോലിക്ക് പോയില്ല. അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് സോദസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുമ്പം ഈസ്റ്റ് സോ ക്രാങ്ക്, ദാസ് nicht zur Arbeit gehen kann. അതായത് എന്താണ്, അവന് ക്രാങ്ക് ആയതുകൊണ്ട് അവൻ ഇവിടെ പോയില്ല, ആർബൈറ്റിന് പോയില്ല. അതേ മീനിങ് തന്നെയാണ് ഇവിടെ. ശ്രദ്ധിക്കേണ്ട കാര്യം, സോദസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെങ്കിൽ നമുക്ക് സെൻറ്റൻസിൽ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. അഡ്ജക്റ്റീവ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് വെക്കുന്നതിന് മുമ്പ് സോ ആഡ് ചെയ്യുക, അതായത് തേർഡ് പൊസിഷനിൽ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കോമ ഇടുക, ദസ് വെക്കുക. അങ്ങനെ വേണം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ. ഓക്കെ, ബാക്കി സെൻറ്റൻസ് കൂടെ എഴുതി കഴിഞ്ഞ് ദസ് വെച്ച് കഴിഞ്ഞ് ബാക്കി സെൻറ്റൻസ് കൂടെ എഴുതി കഴിഞ്ഞ് ആമൻ്റെയിൽ കോഞ്ചുഗേറ്റഡ് ഫോമിൽ വെർബ് പോകും. അപ്പോൾ അവിടെ നോട്ടായിട്ട് തന്നെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോദസ് സ്പ്ലിറ്റ് ആക്കി എഴുതുമ്പോൾ സോ തേർഡ് പൊസിഷനിൽ വേണം വയ്ക്കാൻ. അത് കഴിഞ്ഞ് കോമ കഴിഞ്ഞ് ദസ് വരണം. ആമൻ്റെയിൽ കോഞ്ചുഗേറ്റഡ് ഫോമിൽ വെർബും പോകണം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. സിമ്മർ ഈസ് സോ ഹെൽ, ദാസ് ഇഷ് നിഷ് ലാഫൻ ഖാൻ. അതായത് റൂം ഭയങ്കരമായിട്ട് ഹെല്ലായിരുന്നു, ഡാർക്ക് ആയതിനാൽ എനിക്ക് അതായത് എനിക്ക് സ്ലീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഉറങ്ങാൻ സാധിച്ചില്ല എന്നാണ് മീനിങ് വരുന്നത്. അടുത്ത കണക്ടോറിനാണ് തോഹ്. തോഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് എന്ന മീനിങ്ങും വരുന്നുണ്ട്, ഓഫ് കോഴ്സ് എന്ന മീനിങ്ങും വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ എക്സാമ്പിൾ നോക്കാം. ആസ്റ്റ് ദു ഹുങ്കർ, നിനക്ക് വിശപ്പുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് പറയാം യാ ഇഷ് ഹാബെ ഹുങ്കർ, പോസിറ്റീവ് ഫ്രാഗായിട്ട് പറയാം, എനിക്ക് വിശപ്പുണ്ട്. അല്ലെങ്കിൽ അത് നെഗറ്റീവ് ഫ്രാഗായിട്ടും പറയാം, നൈൻ ഇഷ് ഹാബ് കായിനെ ഹുങ്കർ, അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തോക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്താണ്, നിനക്ക് വിശപ്പില്ലേ എന്ന് ചോദിക്കുക. അതായത് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ, രണ്ട് രീതിയിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ പറയാനാണ് തോക്ക് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹാസ്റ്റ് ദു കായിനെ ഹുങ്കർ, നിനക്ക് വിശപ്പില്ലേ എന്ന് ചോദിക്കും. അപ്പം തോക്ക് ഇഷ് ഹാബെ ഹുങ്കർ, ഓഫ് കോഴ്സ് എനിക്ക് വിശപ്പുണ്ട്. ഓക്കെ, കണ്ടോ, അങ്ങനെ ആൻസർ പറയാനായിട്ടാണ് നമ്മൾ തോക്ക് എന്ന കണക്ടോർ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ആർബൈറ്റസ്റ്റ് ദു നിഷ്ട്, നീ വർക്ക് ചെയ്യുന്നില്ലേ. തോക്ക് ഇഷ് ആർബൈറ്റ്, ആർബൈറ്റ് എന്നാണ്, ആർബൈറ്റ് എന്നല്ല. ഓഫ് കോഴ്സ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ, ഹാസ്റ്റ് ദു കെൽഡ്, എൻ്റെ കയ്യിൽ കെൽഡ് ഉണ്ടോ. കെൽഡ് എന്ന് പറഞ്ഞാൽ മണി ഉണ്ടോ. യാ ഇഷ് ഹാബെ കെൽഡ്, യാ ഇഷ് ഹാബെ കെൽഡ്, ഉണ്ട്, എൻ്റെ കയ്യിൽ മണിയുണ്ട്. ഓക്കെ, മനസ്സിലായോ. ആ രീതിയിലാണ് നമ്മൾ ഈ ദോഹ് എന്നുള്ള കണക്ടോർ യൂസ് ചെയ്യുന്നത്. നമുക്ക് യാ എന്നുള്ളതാണെങ്കിൽ നമുക്ക് യാ വെച്ച് പറയാം, നൈ എന്നാണെങ്കിൽ നൈ വെച്ചും പറയാം. ഇപ്പം നമുക്ക് എന്താണ്, നീ കഴിച്ചില്ലേ, നിനക്ക് വിശപ്പില്ലേ, നീ വരുന്നില്ലേ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കവിടെ തോഹ് എന്ന് പറഞ്ഞിട്ട് ആൻസർ പറയാം. കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ
ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് പേഴ്സൺ അല്ലെങ്കിൽ ലേബർ വെസൽ. അത് രണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികൾ അല്ലെങ്കിൽ ജീവികൾ. വ്യക്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവികളെക്കുറിച്ചോ നമ്മൾ ഒരു സെൻറ്റൻസിൽ പറയുന്നെങ്കിൽ അവിടെ നമ്മൾ എഴുതുന്ന പേഴ്സണൽ പ്രൊണോമൻ അല്ലെങ്കിൽ ദ കോമ്പോസിറ്റ് എഴുതേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസിഷൻ പ്ലസ് പേഴ്സണൽ പ്രൊണോമൻ. പേഴ്സണൽ എന്നവിടെ കൊടുത്തിരിക്കുന്നത് പേഴ്സണൽ പ്രൊണോമനെയാണ് ഞാനവിടെ പേഴ്സണൽ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഡ കോമ്പോസിറ്റ് രീതിയിൽ വ്യക്തികളെയോ അല്ലെങ്കിൽ ജീവികളെയോ നമ്മൾ പറയുവാണെങ്കിൽ അവിടെ നമ്മൾ ഡ കോമ്പോസിറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട സെൻറ്റൻസ് സ്ട്രക്ചറാണ് പ്രപ്പോസിഷൻ പ്ലസ് പേഴ്സണൽ പ്രൊണോമൻ. പേഴ്സണൽ പ്രൊണോമൻ നമ്മൾ ദാറ്റീവിലാണോ അക്യൂസാറ്റീവിലാണോ എന്ന് നോക്കണം. അതനുസരിച്ച് വേണം എഴുതാനായിട്ട്. ഓക്കെ, ആ സെൻറ്റൻസിലെ പ്രപ്പോസിഷൻ നമ്മൾ ഏതാണോ എഴുതുന്നത് ആ കേസിൽ തന്നെ ആയിരിക്കണം നമ്മുടെ പേഴ്സണൽ പ്രൊണോമനും എഴുതേണ്ടത്. അക്യൂസാറ്റീവിലാണെങ്കിൽ ഈൻ എന്ന് വരും, ദാറ്റീവിലാണെങ്കിൽ ഈം എന്ന് വരും. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ദ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നാക്തൻ ഉപ, നാക് ദെങ്കൻ ഉപ. നാക് ദെങ്കൻ ഉപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച്, ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു അതിനെക്കുറിച്ച് കണ്ടോ, നമ്മൾ ഒരു കാര്യം റിപ്പീറ്റായിട്ട് പറയാതിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത് ആ ഓരോ സെൻറ്റൻസിനെ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എങ്ങനെയാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഊബർ ആണെങ്കിൽ നമ്മൾ ഈൻ അല്ലെങ്കിൽ സി ആയിരിക്കും അവിടെ പേഴ്സണൽ പ്രൊണോമൻ ആയിട്ട് വരുന്നത്. മിറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന പേഴ്സണൽ പ്രൊണോമൻ ഈം അല്ലെങ്കിൽ ഇയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്യോർ എന്നുള്ള പ്രപ്പോസിഷൻ ആണെങ്കിൽ അവിടെ വരുന്ന പേഴ്സണൽ പ്രൊണോമൻ ഈൻ അല്ലെങ്കിൽ സി ആയിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ജീവികൾ അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് ഡ കോമ്പോസിറ്റ് ഫോം ചെയ്യുന്നതുമെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തത് സാഗൻസ്, അതായത് ഒരു വസ്തുതകൾ അല്ലെങ്കിൽ വസ്തുക്കൾ, അതിനെക്കുറിച്ചാണ് നമ്മളൊരു സെൻറ്റൻസ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡ കോമ്പോസിറ്റ് യൂസ് ചെയ്യുന്നത് വോ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ്. വോ പ്ലസ് ആർ അവിടെ ആഡ് ആകും. അതായത് ചില പ്രപ്പോസിഷനിൽ മാത്രം നമ്മൾ ആർ ആഡ് ആക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വോ പ്ലസ് ആർ പ്ലസ് പ്രപ്പോസിഷൻ, അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡാറ്റ് കോമ്പോസിറ്റയുടെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ആർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ പ്ലസ് ആർ ദാറൂബർ. ഓക്കെ, അവിടെ ദാറൂബർ എന്ന് വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വവ്വൽസായ AEIOU ഇല്ലേ, വവ്വൽസ് വരുന്ന പ്രപ്പോസിഷൻ, അതായത് പ്രപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വവ്വൽസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ആർ ആഡ് ചെയ്ത് കൊടുക്കുക. ദ എഴുതിയിട്ട് ആർ ആഡ് ചെയ്ത് വേണം നമ്മൾ ആ പ്രപ്പോസിഷൻ എഴുതാൻ. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പം ദനാഹ് എന്ന് പറയുവാണെങ്കിൽ നാഹിന് നമുക്കവിടെ എന്നാണ്, എന്നത് വവ്വൽസ് അല്ല, അതുകൊണ്ട് നമുക്കവിടെ ആർ ആഡ് ചെയ്യാതെ ദ പ്ലസ് പ്രപ്പോസിഷൻ പറയുക. മനസ്സിലായല്ലോ? ആ രീതി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഡ കോമ്പോസിറ്റയുടെ ആ ഒരു ഫോം, സെൻറ്റൻസ് സ്ട്രക്ചർ, ആ ഒരു സംഭവം ചെയ്യേണ്ടത്. അടുത്തതാണ് വെർബൻ വിത്ത് പ്രപ്പോസിഷൻ. അതായത് ഇത് നമ്മുടെ ഈ ഡ കോമ്പോസിറ്റ്, അതായത് പിന്നെ വോ കോമ്പോസിറ്റ് എന്ന് പറയുന്ന 2 ഗ്രാമർ പോർഷനാണ് ഉള്ളത്. ഇത് രണ്ടെണ്ണത്തിന് നമ്മൾ വെർബൻ വിത്ത് പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ഗ്രാമർ പോർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. കാണാത്തവർ കയറി കാണുക, എന്നിട്ട് ബാക്കി ഈ വീഡിയോ കാണുക. അതായിരിക്കും കൂടുതൽ നല്ലത്. ആ ഒരു പോർഷൻ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ വോ കോമ്പോസിറ്റ് ഡ കോമ്പോസിറ്റ് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം വേണം ഈ വീഡിയോ കാണാനായിട്ട്. ഇനി നമുക്ക് ഡ കോമ്പോസിറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പ്രപ്പോസിഷനായിട്ട് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ പ്രപ്പോസിഷനാണ് നമ്മൾ ആദ്യമേ അൻ, ഔഫ്, ഔസ് എന്ന് പറഞ്ഞ് പ്രപ്പോസിഷൻ കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഡ കോമ്പോസിറ്റ് ഫോമാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അൻ എന്നുള്ള പ്രപ്പോസിഷൻ ഥറൻ എന്നാണ് വരുന്നത്. അതായത് എ എന്നുള്ള വൗവലാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദ പ്ലസ് ആർ പ്ലസ് അൻ, ഥറൻ. ഓക്കെ, അടുത്തത് ഔഫ്.
ഔഫ് എന്ന് പറയുമ്പം അതിൻ്റെ ദ കോമ്പോസിറ്റ് തറൗഫ്. ഓക്കെ, അതായത് എ ആണ്, എ വൗവലാണ്, അതുകൊണ്ട് തറൗഫ്. ത പ്ലസ് ആർ പ്ലസ് ഔഫ്, തറൗഫ്. അടുത്തത് ഔസ്. ഔസ് അതിൻ്റെ ഡ കോമ്പോസിറ്റ് ഫോം തറൗസ്, തറൗസ്. അടുത്തത് ഇൻ, ഥറിൻ, ഥറിൻ. ഓക്കെ, അടുത്താണ് യൂബ. യൂബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം യു ആണ്, യു വൗവൽസതാണ്, അപ്പം ത്യാറൂബർ, ത്യാറൂബർ. അടുത്താണ് നമ്മൾ ദ കോമ്പോസിറ്റ് ഫോമിൽ വരുമ്പം ദാറും, ദാറും. ഉണ്ടർ, ഉണ്ടർ വരുമ്പം ദ പ്ലസ് ആർ പ്ലസ് ഉണ്ടർ, ദറുണ്ടർ. അടുത്തത് നേബൻ. നേബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ വവ്വൽസ് അല്ല, അതുകൊണ്ട് നമ്മൾ അവിടെ ആറ് ആഡ് ചെയ്യേണ്ട വരുന്നില്ല. അപ്പം നമുക്ക് ധനേമൻ, ധനേമൻ. അടുത്തതാണ് നാഹ്. നാഹിനും നമ്മൾ എന്നാണ് വരുന്നത്, അത് വവ്വൽസ് അല്ല, അപ്പം ധനാഹ്, ധനാഹ്. അടുത്തത് ഫൊൻ. ഫൊൻ എന്ന് പറയുമ്പോഴത്തേനും വി ആണ് വരുന്നത്, വി വവ്വൽസ് അല്ല, അപ്പം ദാഫൊൻ, ജു, ദാസു, ഫോർ, ദാഫർ, ഷ്വിസൻ. ഷ്വിസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിറ്റ്വീൻ എന്നുള്ള മീനിങ് ആണ്. ഷ്വിസൻ എന്താ, ദ ഷ്വിസൻ. എന്നുള്ള ആർ അവിടെ വരികയില്ല, ഇസഡ് ആണ്. അടുത്താണ് ബൈ. ബൈ എന്നുള്ളത് നമ്മൾ ദ കോമ്പോസിറ്റിൽ വരുമ്പോഴത്തേന് ദ ബൈ. അടുത്തത് ദോഷ്. ദോഷ് എന്നുള്ള പ്രപ്പോസിറ്റീവ് ദ കോമ്പോസിറ്റിലേക്ക് വരുമ്പം ദാദുർഷ്. അടുത്തത് ഫ്യോർ. ഫ്യോർ എന്ന് പറയുമ്പം ദ ഫ്യോർ. ഗേഗൻ, ദ ഗേഗൻ. ഹിൻഡർ, ദ ഹിൻഡർ. മിറ്റ്, ദ മിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ ആഡ് ചെയ്ത് ദ കോമ്പോസിറ്റ് ഫോം വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്കിവിടെ ഈ സെൻറ്റൻസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വെർബൽ മീറ്റ് പ്രപ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാമാറ്റിക് പോർഷനാണ് നമുക്ക് ഈ ഒരു പോർഷൻ അറിയണമെങ്കിൽ. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ പറഞ്ഞു പോകാം. വെർബൽ മീറ്റ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രപ്പോസിഷൻ്റെ കൂടെ, അതായത് വെർബിൻ്റെ കൂടെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷനും കാണും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സ്പ്രഹൻ. സ്പ്രഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്പീക്ക് എന്ന മീനിങ് ആണ് വരുന്നത്. സ്പ്രഹൻ്റെ കൂടെ എപ്പോഴും മിറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ ആയിരിക്കും വരുന്നത്, അതായത് ഡാറ്റീവ് കേസിൽ. അപ്പോൾ അക്യൂസാറ്റീവ് കേസിൽ വരുമ്പം സ്പ്രഹൻ്റെ കൂടെ യൂബർ എന്നുള്ള പ്രപ്പോസിഷനാണ് ആഡായി വരുന്നത്. ഓക്കെ, അടുത്തതാണ് വാർട്ടൻ. വാർട്ടൻ്റെ കൂടെ എപ്പോഴും വരുന്ന പ്രപ്പോസിഷനാണ് ഔഫ്. ഓക്കെ, ഔഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂസാറ്റീവ് പ്രപ്പോസിഷനാണ്. അടുത്താണ് നാക് ടെങ്കൻ. നാക് ടെങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂബറാണ് അതിൻ്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ, അത് അക്യൂസാറ്റീവ് പ്രപ്പോസിഷനാണ്. അപ്പം ഇതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിലും കൂടുതൽ വെർബുകളും ഉണ്ട്, അതിൻ്റെ പ്രപ്പോസിഷനും ഉണ്ട്, അത് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് വാർട്ടൻ പ്ലസ് ഔഫ്, അങ്ങനെ ഒരു ഹെഡിങ് ഇട്ടാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പം മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ വാർട്ടൻ്റെ കൂടെ എപ്പോഴും ഔഫ് എന്നുള്ള പ്രപ്പോസിഷനുള്ള വരുവുള്ളൂ. അപ്പം ആ ഒരു വാർട്ടൻ വെച്ചുള്ള സെൻറ്റൻസാണ് നമ്മളിവിടെ നിന്ന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ദ ബുക്ക് കംസ് ടുമാറോ, ഐ ആം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ബുക്ക് നാളെ വരും, ഞാൻ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ടോ, അതിനു വേണ്ടി. അപ്പോൾ അവിടെ ദ കോമ്പോസിറ്റ് വന്നു, അതിനു വേണ്ടി എന്നുള്ളൊരു മീനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ സെൻറ്റൻസ് മേക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു സെൻറ്റൻസ് കണ്ടാലും അത് ഏത് സെൻറ്റൻസ് ആണ്, അത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നോക്കി വെക്കുക. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ആ രണ്ട് കാര്യങ്ങൾ, അതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒന്ന്, ഒരു വ്യക്തിയെക്കുറിച്ചാണോ പറയുന്നത്, അതോ ജീവിയെക്കുറിച്ചാണോ, അതോ എന്തെങ്കിലും വസ്തുതയെക്കുറിച്ചാണോ അതോ പറയുന്നത്, അതോ വാസ്തുതയെക്കുറിച്ചാണോ പറയുന്നത് എന്ന് നമ്മൾ ആ സെൻറ്റൻസിൽ നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ എന്താ പറയുന്നത്, ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്, അതായത് ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വസ്തുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ വസ്തുവിന് പറ്റിയ എന്താണ് ദ കോമ്പോസിറ്റ് ആയിരിക്കണം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മളത് സെൻറ്റൻസിലേക്ക് ആക്കുമ്പം ദ ബുക്ക് കോംഡ് മോഗൻ. ഓക്കെ, നമ്മൾ ആ ഫസ്റ്റ് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത്, ബുക്ക് നാളെ വരും, എന്ത് ഇഷ് വാട്ട് എ ധറൗഫ്. എന്തുകൊണ്ടാണ് ധറൗഫ് വന്നത്, അതൊരു എന്താ സാധനമാണ്, അതായത് തിങ്സ് ആണ്. തിങ്സിനെ നമ്മൾ എന്താണ് ദ പ്ലസ്
ആർ പ്ലസ് എന്താണോ പ്രപ്പോസിഷൻ അതായിരിക്കും വരുന്നത്. വാട്ട് എന്നുള്ള വെർബ് ആയതുകൊണ്ടും അവിടെ പ്രപ്പോസിഷൻ ഔഫ് ആയിരിക്കും. ഔഫ് എ ആണ് വൗൾസ് വരുന്നത്, അപ്പോൾ ആർ ആഡ് ചെയ്യണം. അപ്പം അവിടെ എന്താവും, വാറ്റെ തറൌഫ് എന്ന് വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു തിങ്സിന് വരുമ്പോൾ ഒരു തിങ്സിൻ്റെ സെൻറ്റൻസ് പറയുമ്പോൾ എങ്ങനെയാണ് ദ കോമ്പോസിറ്റ മേക്ക് ചെയ്യുന്നതെന്ന് നോക്കി. ഇനി നമുക്കൊരു പേഴ്സൺ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവി വരുവാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത എക്സാമ്പിളാണ് പോൾസ് കം സൂൺ, ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം. പോള് ഉടനെ തന്നെ വരും, ഞാൻ അവനെ കാത്തിരിക്കുകയാണ്. അവനെ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, പേഴ്സൺ ആണ്. അപ്പോൾ നമ്മളത് സെൻറ്റൻസിലേക്ക് ആക്കുമ്പം പോൾ kommt bald, ich warte auf ihn. എന്തുകൊണ്ടാണ് ഈൻ വന്നത്? ഔഫ് എന്നുള്ളത് അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. നമ്മൾ പേഴ്സണെയാണ് അവിടെ പറയുന്നത്, അതുകൊണ്ട് പേഴ്സൻ്റെ എന്ത് വരുന്നത്, പേഴ്സൺ പ്രൊണമൻ എന്നാ വരുന്നത്, ഈൻ എന്നാണ് വരുന്നത്. അപ്പം ഈൻ എന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ സെൻറ്റൻസ് നോക്കുക, ഈ സെൻറ്റൻസിൽ ജീവിയെക്കുറിച്ചാണോ അതോ വല്ലതും വസ്തുതയെക്കുറിച്ചാണോ പറയുന്നത് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്താണ് പേഴ്സൺ പ്രൊണമൻ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ദ കോമ്പോസിറ്റ് ആഡ് ചെയ്യുക. അടുത്തൊരു എക്സാമ്പിളാണ് നാക് തെങ്കൻ പ്ലസ് ഊബർ. അത് വെച്ചുള്ളതാണ് അടുത്തത് നോക്കുന്നത്. ഇഷ് തെങ്കൻ ഊബർ ദെൻ ഉർലാബ് നാക്. ഞാൻ അവധിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഓക്കെ, അതൊരു നോർമൽ സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് ആൻസർ എങ്ങനെ പറയാം, ദ കോമ്പോസിറ്റിൽ എങ്ങനെ നമുക്ക് ആൻസർ പറയാം? യാ ഇഷ് തെങ്ക ഔക്ക് ഥാറൂബർ നാക്. യാ ഇഷ് ഓൾസോ തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. കണ്ടോ, അപ്പോൾ സെയിം കാര്യം തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് പറയാനാണ് നമ്മളവിടെ ദ കോമ്പോസിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് സ്പ്രഹൻ. സ്പ്രഹൻ്റെ കൂടെ നമുക്ക് മീറ്റ് എന്നുള്ള പ്രപ്പോസിഷനും വരും, ഊബർ എന്നുള്ള പ്രപ്പോസിഷനും വരും. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Wir machen morgen einen Ausflug. Wir sprechen darüber. ഞങ്ങൾ നാളെ ട്രിപ്പിന് പോകും, അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ചാണ് എന്നറിയുന്നത് എങ്ങനെയാണ്, ദാറൂബർ എന്നുള്ള ദ കോമ്പോസിറ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്താണ്, ഹൗസ് ഫ്ലൂഗിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അതൊരു കാര്യത്തെക്കുറിച്ച്, തിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ദ കോമ്പോസിറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ, ദാറ്റ് ഈസ് അവർ നെയ്ബർ, വി ആർ ടോക്കിംഗ് വിത്ത് ഹിം. അത് ഞങ്ങളുടെ നെയ്ബറാണ്, ഞങ്ങൾ അവൻ്റെ കൂടെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ സെൻറ്റൻസിലേക്ക് പറഞ്ഞത്, ദാസ് ഈസ് ഊൻസർ നാഗ്പാർ, വി ആർ സ്പ്രഷൻ മിറ്റ് ഈം. മിറ്റ് ഈം, കണ്ടോ, മിറ്റ് വന്നു, മിറ്റിൻ്റെ കൂടെ അത് ഡാറ്റീവ് പ്രൊണോമൻ വന്നു. ഡാറ്റീവ് പ്രൊണോമൻ എന്താ, ഈം എന്നായി. അതായത് അവിടെ പേഴ്സണിനെ കുറിച്ചാണ്. നേരത്തെ നമ്മളവിടെ ട്രിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അവിടെ ദ കോമ്പോസിറ്റ് ദാറൂബർ എന്ന് വന്നത്. ഇവിടെ ഈ സെൻറ്റൻസ് പറയുന്നത് ഒരു ആളിനെ കുറിച്ചാണ്, അതായത് വ്യക്തിയെ കുറിച്ചാണ്. അപ്പോൾ വ്യക്തി വരുമ്പം പ്രപ്പോസിഷൻ പ്ലസ് പേഴ്സണൽ പ്രൊണോമൻ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. കുറച്ച് കാര്യം മനസ്സിലാക്കിയാൽ മതി. ആദ്യം പറഞ്ഞ ആ 2 ബോക്സിലെ റെഡ് ബോക്സിലെ കാര്യങ്ങളും നമ്മുടെ ദ കോമ്പോസിറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നു, പ്രപ്പോസിഷൻ വെച്ച് വരുമ്പോൾ എങ്ങനെ ഫോം ആവുന്നു എന്ന് ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെൻറ്റൻസ് മേക്ക് ചെയ്യും. കോമ്പോസിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക് തെങ്കൻ ഊബർ എന്നാണ് പറയുന്നത്. അതായത് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, അതിൻ്റെ മീനിങ് ആണ്. അതായത് എന്തിനെക്കുറിച്ച്. അപ്പം നമ്മളിവിടെ എന്തിനെക്കുറിച്ച് എന്ന് പറയാനായിട്ടാണ് നമ്മൾ വോക്ക് കോമ്പോസിറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ചോദ്യം ചോദിക്കാനാണ് ഇവിടെ വോക്ക് കോമ്പോസിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെയും 2 കാര്യങ്ങളാണ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ദ കോമ്പോസിറ്റയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഈ 2 കാര്യങ്ങൾ. ഈ ബോക്സിൻ്റെ അകത്താക്കിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യമത്താണ് സാഗൻ. സാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ, അതായത് വസ്തുക്കൾ, വാസ്തുതകൾ, അങ്ങനത്തെയൊക്കെ സെൻറ്റൻസുകളാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മുടെ വോക്ക് കോമ്പോസിറ്റ് എഴുതേണ്ട സെൻറ്റൻസ് ഫോം അല്ലെങ്കിൽ സ്ട്രക്ചറാണ് വോ പ്ലസ് ആർ പ്ലസ് പ്രപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ പ്രപ്പോസിഷൻ നമുക്ക് വവ്വൽസ് AEIOU വവ്വൽസ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ നമ്മൾ ആർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആർ ആഡ് ചെയ്യരുത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അവിടെ സുംബൈഷ്പിയിൽ കൊടുത്തിട്ടുണ്ട് വോ രൂബർ, വോ മീറ്റ്, വോ ഫ്യൂർ, ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തതാണ് പേഴ്സൺ.
പേഴ്സൻ്റെ കേസ് നമ്മൾ വ്യക്തികളോ അല്ലെങ്കിൽ ജീവികളെ കുറിച്ച് ഒരു സെൻറ്റൻസ് പറയുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വോക്കോമ്പോസിറ്റ് എഴുതേണ്ടത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ പേഴ്സണെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേനും അവിടെ നമ്മുടെ വോക്കോമ്പോസിറ്റ് വരുന്നത് പ്രെറ്ററിറ്റം പ്ലസ് വെൻ അല്ലെങ്കിൽ വെം. നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാനാണല്ലോ വോക്കോമ്പോസിറ്റ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവിടെ വെം അല്ലെങ്കിൽ വെൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഊബർ എന്നുള്ള പ്രപ്പോസിഷൻ ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ വെൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഊബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂസാറ്റീവ് ആണ്, അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. വെൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരെക്കുറിച്ച്. അടുത്താണ് മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റീവ് ആണ്. അപ്പോൾ വെം എന്നാണ് ക്വസ്റ്റ്യൻ വേർഡ് വരത്തുള്ളൂ. അതിൻ്റെ മീനിങ് ആരുടെ കൂടെ. അടുത്തതാണ് ഫിയോർ എന്ന് പറഞ്ഞാൽ വെൻ ആണ് പ്രപ്പോസിഷൻ വരുന്നത്, അത് അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. മീനിങ് വരുന്നത് ആർക്കു വേണ്ടി. അപ്പം ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വാട്ടൺ പ്ലസ് ഹൗസ്, അതായത് വെർബൽ മിറ്റ് പ്രപ്പോസിഷൻ ആണത്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഡാ കോമ്പോസിറ്റെ പോലെ തന്നെ നമ്മൾ വെർബൽ മിറ്റ് പ്രപ്പോസിഷൻ എന്ന ഗ്രാമർ പോർഷൻ നമ്മളിവിടെ മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്ക് വോക്കോമ്പോസിറ്റ് അല്ലെങ്കിൽ ഡാ കോമ്പോസിറ്റ് എന്ന ഗ്രാമർ പോർഷൻ നമുക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സെൻറ്റൻസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടത് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ആ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നമ്മളത് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരെ കയറി കാണുക, എന്നിട്ട് ബാക്കി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇഫ് വാട്ട് ഓഫ് ദെൻ ബസ്, അതായത് ഞാൻ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ വോക്കോമ്പോസിറ്റയിൽ പറയും? അതായത് നമുക്കിവിടെ ബസ്സിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൊറൌഫ് എന്നാണ് പറയുന്നത്. വൊറൌഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടി എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ചോദ്യം ചോദിക്കുവാണ്, എന്തിനു വേണ്ടിയാണ് നീ കാത്തു നിൽക്കുന്നത്? ഞാൻ ബസ്സിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? വോക്കോമ്പോസിറ്റെ മനസ്സിലാക്കണം. വോക്കോമ്പോസിറ്റെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രപ്പോസിഷനും ആഡ് ചെയ്ത് എങ്ങനെയാണ് വോക്കോമ്പോസിറ്റെ മേക്ക് ചെയ്യുന്നതെന്നും മനസ്സിലാക്കുക. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രപ്പോസിഷനും കൊടുത്തിട്ടുണ്ട്, വോക്കോമ്പോസിറ്റെ ഫോമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാ കോമ്പോസിറ്റെ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡായ്ക്ക് പകരം വോ എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി എന്താണ്? വവ്വൽസ് വരുന്നതാണെങ്കിൽ ആർ ആഡ് ചെയ്യുക, വവ്വൽസ് അല്ലെങ്കിൽ ആർ ആഡ് ചെയ്യരുത്. അങ്ങനെയാണ് വരുന്നത്, സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾസ് നോക്കാം. അൻ എന്നുള്ള പ്രപ്പോസിഷൻ വരുവാണെങ്കിൽ വൊറാൻ എന്നാണ് നമ്മൾ വോക്കോമ്പോസിറ്റ വരുന്നത്. അടുത്തത് ഔഫ്, വൊറൌഫ്, ഔസ്, വൊറൌസ്, ഇൻ, വൊറിൻ, യൂബർ, വൊറൂബർ, വോറും, ഉണ്ടർ, വൊറുണ്ടർ, നേപൻ, വൊനേമൻ, നാഹ്, വൊനാഹ്, ഫൊൻ, വൊഫൊൻ, സു, വൊസു, ഫോ, വൊഫർ, സ്വിസ്സൻ, വൊസ്വിസ്സൻ, ബൈ, വൊബൈ, ദുർഷ്, വൊദുർഷ്, ഫിയോർ, വൊഫ്യോർ, ഗേഗൻ, വോഗേഗൻ, ഹിൻഡർ, വൊഹിൻഡർ, മിറ്റ്, വൊമിറ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക, എന്നാലുള്ളൂ നമുക്ക് വോക്കോമ്പോസിറ്റ് സെൻറ്റൻസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അടുത്ത എക്സാമ്പിളാണ് സ്പ്രഹൻ പ്ലസ് മിറ്റ്, അത് ഡാറ്റീവാണ്. അടുത്ത ഊബർ, അത് അക്യൂസാറ്റീവിലാണ്. അപ്പോൾ സ്പ്രഹന് രണ്ട് പ്രപ്പോസിഷനുണ്ട്, അക്യൂസാറ്റീവിലും ഉണ്ട് ഡാറ്റീവിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. Wir machen morgen einen Ausflug, അതായത് ഞങ്ങൾ നാളെ ഒരു ട്രിപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധാ നോർമൽ സെൻറ്റൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, കാരണം മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്താണ്. അപ്പോൾ നമ്മളത് വോക്കോമ്പോസിറ്റയിലേക്ക് പറയുമ്പം എന്തായിരുന്നു? Wir sprechen über den Ausflug, ഞങ്ങൾ ട്രിപ്പിനെ കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ നമ്മളവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ പറയും? വോറോബർ സ്പ്രിഷ്ട്
ഇയർ. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? ഓക്കെ, എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നൊക്കെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമ്പിളോട് നോക്കാം. ഔഫ് വെൻ വാട്ടസ്റ്റ് ദു. നമ്മളവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നീ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് വോക്കോമ്പോസിറ്റിയാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ആരെ എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് പേഴ്സണെയാണെന്ന് നമുക്കറിയാം. ഔഫ് വെം എന്നാണ്, ഔഫ് വെൻ എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അത് ഔഫ് എന്ന് പറയുമ്പോഴത്തേനും അക്യൂസാറ്റീവാണ്. വെൻ എന്ന് പറഞ്ഞാലും അക്യൂസാറ്റീവ് പ്രപ്പോസിഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈഷ് വാറ്റ് ഔഫ് ദെൻ ലെറർ. അതായത് നമുക്കറിയാം അവിടെ ഔഫ് വെൻ വരുമ്പോൾ തന്നെ അറിയാം ഒരു പേഴ്സണെയാണ് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നത്. വോറൂബർ ഷ്രൈബ്സ്റ്റ് എർ. അതായത് നീ എന്തിനെക്കുറിച്ചാണ് എഴുതിയത്? എന്തിനെക്കുറിച്ചാണ് എഴുതിയത്? എർ ഷ്രൈബ്ഡ് über die Probleme der Arbeit. അവൻ എഴുതിയത് എന്തിനെക്കുറിച്ചാണ്? അവൻ്റെ ആർബൈറ്റ് പ്രോബ്ലത്തെക്കുറിച്ചാണ്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെൻറ്റൻസിൽ തന്നാലും അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലോ തന്നു കഴിഞ്ഞാൽ, വോക്കോമ്പോസിറ്റ് സെൻറ്റൻസോ ക്വസ്റ്റ്യൻ ഫോമിലോ തന്നു കഴിഞ്ഞാൽ നമ്മളത് ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ ഫോമിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് വോക്കോമ്പോസിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കുക, അതനുസരിച്ച് നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു 2 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? ഫോർ വോം ആർ യു വെയിറ്റിംഗ്? ഇത് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ വാട്ട് ഈസ് ടൈം? വാട്ട് ടൈം ഈസ് ഇറ്റ്? അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കും. എന്താ സമയം, എത്ര സമയം എന്നൊക്കെ ചോദിക്കും. അത് നമ്മൾ ജർമ്മനിൽ വരുമ്പം വി സ്പെയ്ഡ് ഈസ് ദസ് അല്ലെങ്കിൽ വി ഫീൽ യുവർ ഈസ് ദസ്. അപ്പം നമ്മൾ ആൻസർ പറയും എസ് ഈസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ സമയം അത് പറയുക. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നത് എസ് ഈസ് സ്വൈ ഉവർ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ നമ്പേഴ്സിന് അതനുസരിച്ചാണ് വരുന്നത്. അതായത് ഇത് ഫോർമാറ്റ് ആയതുകൊണ്ട് 24 അവേഴ്സിൻ്റെ ഫോർമാറ്റ് ആയതുകൊണ്ട് PM ആവുമ്പം അത് 24ലേക്ക് മാറും. അതായത് 1 തൊട്ട് 12 വരെ AM ടൈം പറയുമ്പം 1 തൊട്ട് 11 വരെ നോർമലും 1 PM തൊട്ട് 11 PM വരെ ആണ് നമ്മൾ ഈ 24 ഫോർമാറ്റ് ആഡ് ആവുന്നത്. അതായത് 12 മണി എന്ന് വരുമ്പോൾ 0, 1 എന്ന് വരുമ്പം 13, 2 14, 3 15, 4 16, 8 20, 9 21, 10 22, 11 23, 12 24 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇവിടെ 5 മണിയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. 5 മണി അത് AM, 5 മണി AM ആണ് പറഞ്ഞിരിക്കുന്നത്. 5 ഉവർ. 6 മണി 6 ഉവർ. 1 മണി അപ്പോൾ അത് PM ആണ്, 1 മണി PM ആണ് വന്നിരിക്കുന്നത്. അപ്പം 13 ഉവർ, അതായത് PMലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ 24 hours ആണ് കണക്കാക്കുന്നത്. അപ്പം 13 ഉവർ. ഓക്കെ, അടുത്തതാണ് 3 മണി. 3 മണി 15 ഉവർ. 15, 3ന് 15 ആവും. അപ്പം 15 ഉവർ. 9 മണി ആവുമ്പം 21 ആവുമല്ലോ. അപ്പം ആ 1 ആണ് നമ്മൾ ആദ്യം എഴുതത്തുള്ളൂ, അത് കഴിഞ്ഞാണ് 20, പിന്നെ ഉവർ ആഡ് ചെയ്യും. അപ്പം 21 ഉവർ. അടുത്തത് 12 മണി AM ആണ്. 12 മണി AM ആകുമ്പം 0 ഉവർ എന്നാണ് പറയുന്നത്. അടുത്തതാണ് 7:50 AM, അതായത് 7:15. 7:15 എന്ന് വരുമ്പോഴത്തേനും 7നെ നമ്മൾ ആദ്യം പറഞ്ഞ് നിർത്തും, 7 ഉവർ. ഓക്കെ, എന്നിട്ടാണ് അത് 7 മണി എന്നുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞു നിർത്തും, 7 ഉവർ. അത് കഴിഞ്ഞ് 15 കൂടെ കഴിഞ്ഞു. അപ്പോൾ 15 എന്നുള്ളത് എങ്ങനെ പറയും? 15 എന്ന് പറയും. അടുത്തതാണ് 7:20 AM. 7:20 AMനെ നമ്മൾ 7 എന്ന് 7നെ നമ്മൾ 7 ആദ്യമേ പറഞ്ഞു നിർത്തും, 7 ഉവർ. അത് കഴിഞ്ഞ് 20 ആണ്, 20നെ 20 എന്ന് പറയും, 7 ഉവർ 20. അടുത്തതാണ് 8:58, അതായത് 8:58 PM ആണ്. PM ആയതുകൊണ്ട് 24 അവേഴ്സിലേക്ക് കൺവേർട്ട് ആവും. അപ്പം PM 8 എന്നുള്ളത് എത്രയാണ്? 20 ആണ്. അപ്പം 20 ആദ്യം എഴുതും, 20 ഉവർ.
അത് കഴിഞ്ഞ് 58 എന്നുള്ളത് എഴുതും. 8 50. അപ്പം 8:58 എന്ന് പറയുമ്പം 20 Uhr 8:50. അടുത്തതാണ് 11:45 11:44 PM. അത് വരുന്നത് 23, അതായത് 23 11. അത് ആദ്യമേ നമ്മൾ പറയും, 11 Uhr എന്ന് പറയും. 23 Uhr എന്നിട്ട് 44 എന്നുള്ള എഴുതും. 40. അപ്പോൾ 11:44 എന്ന് പറയുമ്പം 23 Uhr 40. അടുത്തതാണ് 6:38 AM. അപ്പം 6നെ നമ്മൾ AM ആയതുകൊണ്ട് 6 അതേപടി 6 Uhr 38 38:30. അടുത്തതാണ് 6:38 PM. PM വരുമ്പോഴത്തേനും 18 Uhr, അതായത് എന്താണ് 18 6. അപ്പം 18 Uhr എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് 18:30. അപ്പോൾ ഇത്രേ ഉള്ളൂ. PM ആണെങ്കിൽ നമ്മൾ 24 hours കൺവേർട്ട് ആക്കും. AM ആണെങ്കിൽ സാധാ രീതിയിൽ തന്നെ നമ്മൾ ടൈം പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. 23 Uhr 10. അപ്പം ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇൻഒഫീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 12 മണിക്കൂറിൻ്റെ സാധാ പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ PM AM അങ്ങനൊരു ഇതില്ല. അത് ഫോർമൽ ആയിട്ടുള്ള ടൈമിനാണ് അത് വരുന്നത്. ഇത് ഇൻഫോർമൽ സൈറ്റ് ആയതുകൊണ്ട് PM AM ഒന്നുമില്ല, സെയിം ആയിരിക്കും. അപ്പോൾ വി ഫീൽ ഓവർ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ടൈം, വി സ്പേറ്റ് ഇസ് ദസ് എന്നൊക്കെ ചോദിക്കാം. അതിന് ആൻസർ പറയുമ്പോൾ നമ്മൾ എസിസ്റ്റ് എന്ന് പറഞ്ഞായിരിക്കും പറയുന്നത്. എസിസ്റ്റ് 5 Uhr. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നാക്ക്, ഫോർ, ഫിയറ്റൽ, ഹാഫ്, ത്രൈ ഫിയറ്റൽ, ഇതൊക്കെയാണ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് നല്ലപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഒഫീഷ്യൽ ആയിട്ടുള്ള ടൈം പറയാൻ പറ്റും. ഓക്കെ, നാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ, AFTER ആണ്. ഫോർ എന്ന് പറഞ്ഞാൽ ബിഫോർ. ഫിയറ്റൽ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ, അതായത് കാല്. ഹാൽബ് എന്ന് പറഞ്ഞാൽ ഹാഫ്. ത്രൈ ഫിയറ്റൽ എന്ന് പറഞ്ഞാൽ 3 quarters, അതായത് മുക്കാൽ. ഓക്കെ, അതാണ് ഞാനിവിടെ പടം കൊടുത്തിരിക്കുന്നത്. കാല്, അര, മുക്കാൽ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം. 5 o'clock 5 മണി. Es ist 5 Uhr 5:10. 5:10 എന്നാണെങ്കിൽ 10നെ നമ്മൾ ആദ്യം എഴുതണം. അത് കഴിഞ്ഞിട്ട് 5, അതായത് 5 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കൂടെ കഴിഞ്ഞത് കൊണ്ട് അവിടെ നാഹാണ് യൂസ് ആവുന്നത്. അപ്പം എസ് ഈസ് സേൻ 10 എഴുതിയിട്ട് നാഹ് 5 സേൻ നാഹ് 5. ഓക്കെ, അടുത്തതാണ് 5:15 5:15. കാലിനെ നമ്മൾ ഫിയറ്റൽ എന്നാണ് പറയുന്നത്. ഫിയറ്റൽ ആദ്യമേ എഴുതി, അത് കഴിഞ്ഞ് എന്താണ് 5 കഴിഞ്ഞിട്ടാണ്. 5 കഴിഞ്ഞ് 15 മിനിറ്റ് കൂടെ കഴിഞ്ഞ്, അപ്പം ഫിയറ്റൽ കഴിഞ്ഞിട്ട് നാഹ് എന്താണ് 5. അടുത്തതാണ് 5:20. എസ് ഈസ് 20 നാഹ് 5. 20 എന്നുള്ള ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ട് നാഹ് പിന്നെ എന്താണ് 5 എന്ന് എഴുതി. അടുത്തതാണ് 5:30, അതായത് 5:30. അരേനെ നമ്മൾ ഹാൽബ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ പറയുമ്പം 4 മണിയാകാൻ അരമണിക്കൂർ കൂടി ഉണ്ട് എന്നും പറയാം, അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൂടി ആയെന്നും പറയാം. ഇത് പറയുമ്പം എസ് ഈസ് ഹാൽബ് ഫിയർ 4 മണിയാകാൻ അരമണിക്കൂർ കൂടി ഉണ്ട്, അല്ലെങ്കിൽ എസ് ഈസ് ഹാൽബ് നാഹ് 5 5 മണി കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൂടെ ആയി. അടുത്തതാണ് 5:45, അതായത് 5:45. മുക്കാലിനെ നമ്മൾ ത്രൈ ഫിയറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ത്രൈ ഫിയറ്റൽ ആദ്യം എഴുതി, അത് കഴിഞ്ഞ് നാഹ് എഴുതി, എന്നിട്ട് 5 എഴുതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം. എങ്ങനെ? 6 മണി ആകാറായിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ എസ് ഈസ് ഫിയറ്റൽ 4 6 15 മിനിറ്റ് കൂടി ഉണ്ട് 6 മണി ആകാൻ. അങ്ങനെ 2 രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് പുറകിൽ നിന്ന് വേണം നോക്കാൻ. ഇപ്പം 5:10 എന്ന് എഴുതി കഴിഞ്ഞാൽ 10 ആദ്യം എഴുതിയിട്ട് പിന്നെയാണ് 5 എഴുതേണ്ടത്. അടുത്ത എക്സാമ്പിളാണ് 12:10. 12:10 എന്ന് പറയുമ്പം 10 ആദ്യമേ എഴുതി, സേൻ എഴുതി, നാഹ് 12. ഓക്കെ, അടുത്താണ് 3:20. 3:20 എന്ന് പറയുമ്പം 20 ആദ്യം എഴുതി, 20 നാഹ് 3. അടുത്തതാണ് 4:25. 4:25 എന്ന് പറയുമ്പം അപ്പം നമുക്ക് പറയാം എന്താണ് 5
ഫോർ ഹാൽബ് ഫിംഫ്, അതായത് 5 മണിയാകാനായിട്ട് ഇനി അരമണിക്കൂറും 5 മിനിറ്റും കൂടെ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഫിംഫ് ഫോർ ഹാൽബ് ഫിംഫ്. ഇനി 10:25. ഫിംഫ് ഫോർ ഹാൽബ്, അതായത് 11 മണിയാകാൻ അരമണിക്കൂറും 5 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പം ഫിംഫ് ഫോർ നാക്ക് എന്താണ്? എൽഫ്. അടുത്തതാണ് കുർസ് ജസ്റ്റ് ബിഫോർ, ഗ്ലൈച്ച് ഷോർട്ട്ലി, ഫാസ്റ്റ് ഓൾമോസ്റ്റ്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ളൊരു സ്പെഷ്യൽ കേസസ് അല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പോൾ യൂസ് ചെയ്യാനായിട്ടാണ് വരുന്നത്. അപ്പം ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുകയും 3 കാര്യമാണ്: കുർസ്, ഗ്ലൈച്ച്, ഫാസ്റ്റ്. ഓക്കെ. ഇപ്പം 2:58, അതായത് 3 മണി ആകാറായി. അപ്പം നമുക്കതിനെ പറയാം എസ് ഇസ് കോഴ്സ് ഫോർ ത്രൈ, 3 മണി ആകാറായിട്ടുണ്ട്, ജസ്റ്റ് ബിഫോർ. ഓക്കെ. അടുത്തതാണ് 10:58, 10:58, എസ് ഇസ് ഗ്ലൈച്ച് ഫോർ ഹെൽഫ്, 11 ഷോർട്ട്ലി, കുറച്ചുകൂടെ സമയമുള്ള 11 അതിന് തൊട്ട് മുമ്പാണ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അടുത്തതാണ് കുർസ്നാഗ്. കുർസ്നാഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഫ്റ്റർ, 1:02, 1 മണി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ആയേ ഉള്ളൂ, കുറച്ച് സമയം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം കുർസ്നാഗ് ഹൈൻ. ഓക്കെ. അടുത്തതാണ് 2:03, 2 മണി കഴിഞ്ഞിട്ട് 3 മിനിറ്റ് കൂടെ ആയി. അപ്പം നമുക്ക് പറയാം കുർസ് നാഗ് സ്വൈ. ഓക്കെ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. ചിയേഴ്സ്.